Sorry, 1 second. Just a small technical issue. I'll just solve it now. सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा. गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः. असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा मृतङ्गमय. ॐ शान्ति शान्ति शान्तिः. Namaste, and good evening and morning, everyone. So we will now continue with the chapter Akshara Brahma Yoga, reflecting imperishability. We'll continue from where we left off last Saturday. In fact, we stopped last class with the prayer to the Trayambagan, the three-eyed one, the നമ്മുടെ മൂന്ന് കോൺഷ്യസ്നെസ്സിന്റെ ബോധതലത്തിന്റെയും ആ മൂന്ന് തലങ്ങളിലും നമുക്ക് നമ്മളുടെ അകക്കണ്ണായിട്ടിരിക്കുന്ന അത് ഐ ഓഫ് ദി ഐ ആയിട്ടിരിക്കുന്ന ആ ശിവം എനർജി, അതാണ് നമ്മുടെ ബോധ അവബോധങ്ങൾക്ക് ബേസിസ് ആയിട്ടുള്ള ആ ശക്തി, നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ശക്തി. അത് നമ്മളെ ഉറങ്ങിക്കിടക്കുമ്പോൾ, ഡീപ്പ് സ്ലീപ്പ് ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് നമ്മളുടെ കണ്ണായിട്ടിരിക്കുന്ന ശക്തിയും ഒരു കണ്ണ്. രണ്ടാമത്തെ കണ്ണ് നമ്മളുടെ സ്വപ്നാവസ്ഥയിൽ നമ്മളുടെ ആസ്പിരേഷൻസ്, ഡ്രീംസ് ആൻഡ് ആസ്പിരേഷൻസ് ആൻഡ് ഇംപ്രഷൻസ്, വാസനകളും ഒക്കെ അതിനെയൊക്കെ ഉദ്ദീപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള the eye of the eye, that eye, and the eye that is the consciousness that takes us outward into this world of wakefulness. നമ്മുടെ ജാഗ്രത അവസ്ഥയില് നമ്മളുടെ കണ്ണ് നമുക്ക് അറിവും പ്രകാശം നൽകുന്നതുമായിട്ടുള്ള ആ ബോധാവബോധങ്ങൾ, ഇത് ഈ മൂന്ന് തലത്തിലുള്ള ബോധ അവബോധങ്ങളുടെ ബേസിസ് ആയിട്ട് ഇതിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള the eye of the eye, the ear of the ear, the
സെൻസ് ഓഫ് ടച്ച് എന്നൊക്കെ പറയുന്ന മാതിരി അങ്ങനെ ബേസിസ് ആണ് എല്ലാ സെൻസസിനും, മനസ്സിനും ബുദ്ധിക്കും ഒക്കെ ബേസിസ് ആയിട്ടുള്ള ആ 3 കണ്ണുകൾ, 3 തലത്തിൽ 3 കോൺഷ്യസ് ലെവൽസിൽ ഇരിക്കുന്നതായിട്ടുള്ള കണ്ണുകള് ഞാൻ ഭജിക്കുന്നു. എനിക്ക് ആ ശക്തി എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണേ, അത് എനിക്ക് ഏറ്റവും നല്ല ശക്തികൾ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഈ മൃത്യു ജയമന്ത്രത്തിന്റെ ഫസ്റ്റ് ലൈനിൽ. ആൻഡ് അത് ആ ശക്തി എന്താണ്? ദാറ്റ് ഗിവ്സ് ദ ഫ്രാഗ്രൻസ് ഓഫ് നറിഷ്മെന്റ്. നമ്മുടെ എല്ലാ കഴിവുകൾക്കും, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഉള്ള ആ സുഖം, ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സുഖം അനുഭവിക്കാനും, അതുപോലെ നമ്മുടെ ഹോപ്സ് ആൻഡ് ആസ്പിരേഷൻസിനെ നമുക്ക് വളർത്തിക്കൊണ്ടുവന്ന് അതിനെ ജ്വലിപ്പിക്കുവാനും ആയിട്ടുള്ള ശക്തിയും, പിന്നീട് ജാഗ്രത അവസ്ഥയിൽ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കുവാനും ലോകത്തിൽ പ്രവർത്തിക്കാനുമായിട്ടുള്ള ശക്തികളായിട്ട് നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കഴിവുകളും നമുക്ക് നൽകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സോ ദാറ്റ് വി ആർ റിലീസ്ഡ് ഫ്രം, അത് ആ ശക്തി എങ്ങനെയാണ് നമ്മളെ റിലീസ് ചെയ്യേണ്ടത്? ടേക്കിംഗ് us ഫ്രം ലിമിറ്റേഷൻസ് ടു അൺലിമിറ്റഡ്നെസ്, ടേക്കിംഗ് us ഫ്രം ഓൾ കംഫർട്ട് സോൺസ് ആൻഡ് ദെൻ മേക്ക് us ബ്രേക്ക് ഔട്ട് ഓഫ് ദോസ് തിങ്സ്. അങ്ങനെ നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഏത് പ്രകാരം? ജസ്റ്റ് ലൈക്ക് ദ ക്യൂക്കംബർ ഈസ് ബ്രോട്ട് ഔട്ട് ഓഫ് ദി എൻടാങ്കിൾമെന്റ് ഓഫ് ഇറ്റ്സ് ഓൺ, അതിൻ്റെതായിട്ടുള്ള തന്നെ ആ വള്ളികളുടെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മാതിരി നമ്മളെ രക്ഷപ്പെടുത്തണമേ എന്ന് നമ്മൾ ശിവന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ജഗദീശ്വരനായിട്ടുള്ള ശിവന്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രാർത്ഥന നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു ഫോക്കസ്ഡ് സ്റ്റേറ്റ് ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് ഓൺ ദ പവർ ദാറ്റ് ഈസ് ഇൻസൈഡ് us, വിച്ച് ഈസ് എൻലിവനിങ് അവർ ഇന്റലക്ട്, മൈൻഡ് ആൻഡ് ബോഡി. അപ്പൊ അത് തന്നെയാണ് നമ്മളിപ്പോ ക്ഷേത്ര ദർശനത്തിലും ഒക്കെ നമ്മളുടെ സനാതന ധർമ്മത്തില് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ, ഇപ്പോൾ നമ്മളകത്ത് നമ്മളെ ശിവന്റെ ക്ഷേത്രം എന്നുള്ള നിലയില് അവിടെ ആ ശ്രീകോവിലിന്റെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ശക്തി, എൻ്റെ ശരിയായിട്ടുള്ള എന്താ പറയാ ബോധാവബോധങ്ങൾ ആയിട്ട് ഇരിക്കുന്ന, കോൺഷ്യസ്നെസ് ആയിട്ടിരിക്കുന്നതായിട്ടുള്ള ശക്തി, ആ പവർ, ദ പവർ ഓഫ് അവയർനെസ് ആൻഡ് എക്സിസ്റ്റൻസ് ആൻഡ് അവയർനെസ് ദാറ്റ് ഈസ് റൈറ്റ് ഇൻസൈഡ്, വിച്ച് ഈസ് കവേർഡ് ബൈ ദ ശ്രീകോവിലിന്റെ മതില് എന്ന് പറയുന്ന ആനന്ദകോശത്തിന്റെ ഉള്ളിലിരിക്കുകയാണത്. അത് ശരീരത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടാകുന്ന ആ ഫസ്റ്റ് കേസിംഗ് ആണ് ആനന്ദ മയം കോശം എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾ ബ്ലിസ്, റിഫ്ലക്റ്റഡ് ബ്ലിസ് ഓഫ് ദാറ്റ് സത് ചിത്ത് ആനന്ദം, ആനന്ദത്തിന്റെ ബ്ലിസ് ആയിട്ടാണ് ആനന്ദം. അതുകൊണ്ടാണ് അതിനെ ആനന്ദകോശം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആ ആനന്ദമയ കോശത്തിന്റെ സുഖം, ഫിസിക്കലായിട്ടുള്ള ഔട്ട്വേർഡ് സുഖമാണ് നമ്മൾ ഉറക്കത്തിൽ ഡീപ്പ് സ്ലീപ്പിൽ അനുഭവിക്കുന്നതായിട്ടുള്ള സുഖം. പക്ഷെ ആ ഡീപ്പ് സ്ലീപ്പിൽ അനുഭവിക്കുന്നതായിട്ടുള്ള സുഖം നമ്മുടെ മനസ്സും ബുദ്ധിയും സെൻസസും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന കാരണം നമുക്ക് അപ്പോ ആ സമയത്ത് അതിനെ അനുഭവിക്കാൻ സാധിക്കില്ല. ഇറ്റ് ക്യാൻ ഓൺലി ബി റിമെമ്പേർഡ് എന്ന് പറയുന്ന ആ മെമ്മറിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ആനന്ദത്തിനെ, ആ ആനന്ദമയ കോശം. അതാണ് ശ്രീകോവിൽ. അപ്പൊ അത് ആ ശ്രീകോവിലിന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ നമുക്ക് കാണണം. അതാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള കോൺഷ്യസ്നെസ്സിനെ നമ്മൾ അവയർനെസ്സിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെയും ഉള്ള ആ ഒരു അനുഭവം അവിടെ നമുക്ക് കിട്ടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ധൂപം, ദീപം, തീർത്ഥം, പ്രസാദങ്ങള്, അങ്ങനെ പലതും അല്ലെ, എല്ലാം കണ്ണുകൊണ്ടും ചെവി കൊണ്ടും ത്വക്കുകൊണ്ടും മൂക്കുകൊണ്ടും പിന്നെ രസന ശക്തി, അതായത് പ്രസാദം, പിന്നെ തീർത്ഥം തളിക്കുക, മന്ത്ര ഉച്ചാരണം, വെളിച്ചം, ലൈറ്റ്, ധൂപം, ദീപം, അതൊക്കെ ആ 5 സെൻസസിലെയും നമ്മൾ ആവാഹിച്ചെടുക്കാൻ പോവാണ് ആനന്ദമയ കോശത്തിന്റെ ഉള്ളിൽ. ആനന്ദമയ കോശത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദം കൊണ്ട് എന്നിട്ട് നമ്മൾ അവിടെ അത് ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ഒരു പ്രദക്ഷിണ വഴിയാണ് അതായത് ഇന്റലക്ച്വൽ ഷീത്ത് എന്ന് പറയുന്നത്. അത് ആ ഇന്റലക്ച്വൽ വിജ്ഞാനമയ കോശത്തിനെയാണ് ആ അകത്ത് ഉള്ളിലുള്ള പ്രദക്ഷിണ വഴിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ അതും കഴിഞ്ഞ് വിളക്കുമടം പുറമെ, ആ വിളക്കുമടമാണ് നമ്മുടെ മനസ്സ്, മനോമയ കോശം എന്ന് പറയുന്ന മനസ്സിന്റെ അതിനെ മനസ്സില് ഈ പറയുന്ന ആനന്ദവും കഴിവുകളും ഇന്റലക്ച്വൽ ആയിട്ടുള്ള കേപ്പബിലിറ്റീസും ഒക്കെ കൊണ്ട് പ്രകാശിപ്പിക്കുന്നു. അപ്പൊ അതാണ് ദീപം കാഴ്ച എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളക്ക് കത്തിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ മനസ്സ് അങ്ങനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പുറത്തേക്ക് വന്ന് പ്രദക്ഷിണം വയ്ക്കുന്നു പ്രാണൻ. ആ പ്രാണനെ എനർജൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രദക്ഷിണ വഴി. ശിവേലി ചെയ്യുന്ന ആ വഴി, ശിവേലിയൊക്കെ കൊണ്ട് നടത്തുന്നതായിട്ടുള്ള ആ വഴി ഉണ്ടല്ലോ, അതാണ് പ്രാണമയ കോശം. ആ പ്രാണമയ കോശത്തിനും പുറത്തായിട്ട് മതിലുകള് അന്നമയ കോശം എന്ന് പറയാം. അങ്ങനെ 5 കോശങ്ങൾ നമ്മളുടെ ശരീരമാണ്. ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി ആൻഡ് ആനന്ദമയ കോശം. അങ്ങനെ
അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മതത്വത്തിനെയാണ് നമ്മൾ അമ്പലത്തിൽ കാണുന്നത്. അതിൻ്റെ ആ പഞ്ചപ്രകാര ആർക്കിടെക്ചർ ഓഫ് ടെമ്പിൾസ്, കേരള ടെമ്പിൾസിൽ അത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ പഞ്ചപ്രകാരമായിട്ടുള്ള ആർക്കിടെക്ചർ എന്ന് നമ്മളിലേക്ക് തന്നെ റെപ്രസെന്റ് ചെയ്യുകയാണ് അവിടെ ആ ക്ഷേത്രത്തിൽ ഉള്ളിരിക്കുന്ന മൂർത്തി നമ്മളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ശക്തിയാണെന്നും അത് നമ്മൾ വായിച്ചെടുക്കുക, അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ പ്രാണനെയും ഒക്കെ നമുക്ക് ഫോക്കസ് ചെയ്ത മനസ്സും ബുദ്ധിയും എല്ലാം ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ നന്ദത്തി ഏവ, ഏത് പ്രകാരത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്? നന്ദതി ഏത് പ്രകാരത്തില്? ശങ്കരാചാര്യ സ്വാമികള് പഞ്ചഗോവിന്ദത്തിൽ പറഞ്ഞിരിക്കുന്ന, അതായത് നന്ദി പശു കാള ഏത് പ്രകാരത്തിലാണോ ഈ ശിവക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ മുമ്പില് ഈ ശ്രീകോവിലിന് നേരെ നോക്കിയിരിക്കുന്നത്, ശ്രീകോവിലിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന നന്ദി ഏത് പ്രകാരം എന്ന് പറയുന്നവരെ നമ്മളുടെ സകല വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ചിന്താശക്തിയും ഒക്കെ ആ ആത്മചൈതന്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്തിരിക്കാൻ എനിക്ക് ശക്തി ഉണ്ടാവണേ എന്നായിരിക്കണം നമ്മൾ നന്ദിയെ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്പലത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള സംഗതി. അതായത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള ശക്തികളെ ആവാഹിച്ചെടുത്ത് മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ ആ ഒരു പൊരുളെ നമ്മളുടെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ശിവക്ഷേത്രത്തിൽ നമ്മൾ തൊഴാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സിംബോളിസം. ദിസ് ഈസ് ബേസിക്കലി വാട്ട്. അതാണ് ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർ ക്ഷീയമാമൃതാത് എന്ന് പറയുന്ന മന്ത്രം ചെല്ലുമ്പോഴും, അതുപോലെ ക്ഷേത്രത്തിൽ പോയി തൊഴാൻ, ശിവക്ഷേത്രത്തിൽ പോയി തൊഴുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ടതായിട്ടുള്ള ആധ്യാത്മികത നമുക്ക് ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ. ഇത് അദ്വൈത ഫിലോസഫിയാണ്, അദ്വൈത പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പൊ നമ്മളൊരു വെറുതെ പുറമേ ഇരിക്കുന്ന ഒരു ബിംബം അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ എന്നുള്ള നിലയിൽ അതൊക്കെ സിംബലൈസേഷൻ ആയിട്ട് ആണ് നമ്മൾ കാണേണ്ടത്. അത് നമ്മളുടെ ഉള്ളിൽ തന്നെ നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് ക്ഷേത്രത്തിൽ പോകണോ? ഡെഫിനറ്റ്ലി പോകുന്നതിന്റെ ഉദ്ദേശം ഇതാണ്. നമുക്ക് അതല്ലാണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ചിലപ്പോൾ ഈ ധൂപദീപ തീർത്ഥങ്ങളെല്ലാം അനുഭവിക്കാനായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്ന് വരും. ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ ക്ഷേത്രത്തിൽ പോയി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിനെ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, എന്നിട്ട് നമ്മളുടെ ആ ഗോപുരത്തിൽ മയകോശത്തിന്റെ ഗോപുരങ്ങളിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിന്റെ ഉള്ളിലത്തെ വാസനകളെ ഞാൻ ചിന്തകളിലൂടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് മനസ്സ് തോട്ട്സ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ആക്ഷൻസ് ആണ് ഈ ഗോപുരത്തിൽ നിന്ന് ഇറങ്ങുന്ന ഞാൻ എന്ന് പറയുന്നത്. ആക്ഷൻസ്, എന്റെ ചിന്തകളെ പ്രവർത്തനങ്ങളാക്കി മാറ്റി ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ഈ ആത്മ ചൈതന്യത്തിന് അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളാവുമ്പോൾ അത് നമ്മളെ ഇംപെറിഷബിൾ ആയിട്ടുള്ള നേച്ചറിലേക്ക് എത്തിക്കും. അതായത് നമ്മുടെ അക്ഷരത്വത്തിലേക്ക് നമ്മളെ നയിക്കും. അതിനുള്ള ഒരു പ്രോസസ് അതാണ് നമ്മൾ ഈ അക്ഷരബ്രഹ്മയോഗത്തിന്റെ ഇതുവരെ കേട്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ, അപ്പൊ അതിന്റെ ലാസ്റ്റ് കഴിഞ്ഞവിടെ കണ്ട ഇത് ലിവിങ് ദ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആത്മചൈതന്യം, സെൽഫ്, ദ ഇൻഫിനിറ്റ് സെൽഫ്, becoming the universal self everywhere. It cannot move around anywhere. It is everywhere and we are immersed in it. And every moment this infinite self is as the self within us. ആത്മാവായിട്ട് ഇരുന്നുകൊണ്ട് എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തിനെയും ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുറത്തേക്ക് പ്രവർത്തനങ്ങളായിട്ടാണ് ആ സെൽഫ് പുറത്തേക്ക് ഇറങ്ങുന്നത്. എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ പ്രവർത്തനങ്ങളായിട്ടാണ്. സോ ദാറ്റ് അപ്പോ ലിവിങ് ദ ബോഡി ഇംപ്ലൈസ് അത് ഇവിടെ വെറും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ഒക്കെ ലിമിറ്റേഷൻസ് ഒക്കെ കടന്ന് ബൗളിലേക്ക് ഉയരാനായിട്ടുള്ള വഴികളാണ് അക്ഷരബ്രഹ്മത്തിൽ പറഞ്ഞിരുന്നത്. സോ ദാറ്റ് യു ക്യാൻ ബിക്കം അൺലിമിറ്റഡ് ആൻഡ് ഇംപെറിഷബിൾ സസ്റ്റൈനബിൾ ആക്ഷൻസ്, എക്സ്പാൻഡിങ് തോട്ട്സ് ആൻഡ് എൻറിച്ചിങ് ഐഡിയേഷൻ, അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. When we uplift our thoughts from the perceived limitations of our body, mind and intellect. ബോഡി മൈൻഡിനൊക്കെ പെർസീവ്ഡ് ആയിട്ടുള്ള നമുക്കറിയാം ഇപ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കിടക്കാനായിട്ടുള്ള ഒരു ഇൻവോക്കിംഗ് ഓഫ് ദ പവേഴ്സ് വിത്തിൻ us, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മൈൻഡ് ആൻഡ് ഇന്റലക്ട് എക്വിപ്മെന്റിന്റെ ഇപ്പോഴത്തെ ലിമിറ്റേഷൻസ് നിന്ന് പുറത്തേക്ക് വരിക. വി ആർ ഇൻ ഫാക്ട് റിലീസിങ് ദ ഇൻഫിനിറ്റ് സെൽഫ്. അപ്പൊ നമ്മുടെ ഉള്ളില് ബന്ധനസ്ഥനായിട്ട് നമുക്ക് തോന്നുന്നതായിട്ടുള്ള ആ ശക്തി, അതിനെ നമ്മൾ പുറത്തേക്ക് അൺലീഷ് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഇംപെറിഷബിൾ ബ്രഹ്മ, അക്ഷരബ്രഹ്മം പറയുന്നത്. സോ ദാറ്റ് വി കൻ റീച്ച് ദാറ്റ് സ്റ്റേറ്റ് ഓഫ് ദ സെൽഫ്. അപ്പൊ ദാറ്റ് സ്റ്റേറ്റ് ഓഫ് ദ സെൽഫ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ്യൂഡ്. അതെങ്ങനെയാണ് നമ്മുടെ ഈ
നോർമൽ ലൈഫിൽ, ജീവിതത്തിൽ, ഈ മെറ്റീരിയൽ വേൾഡിൽ സാധിക്കുന്ന ഇറ്റ് ഈസ് ഓൾ അബൌട്ട് അവർ സസ്റ്റൈനബിലിറ്റി, എക്സ്പാൻഷൻ ആൻഡ് എൻറിച്ച്മെന്റ് നമ്മളുടെ പ്രവർത്തനത്തിൽ. അങ്ങനെ വരുമ്പോഴാണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള എന്താ പറയുക ഇമ്പാക്ട് നമുക്ക് സൊസൈറ്റിയിലും നേഷനിലും ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. ദാറ്റ് അങ്ങനെ നമുക്ക് എപ്പോഴും പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനെയാണ് സ്റ്റേറ്റ് ഓഫ് ഫ്ലോ, ധ്യാന യോഗത്തിന്റെ റിസൾട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇൻ സ്റ്റേറ്റ്സ് ഓഫ് ഫ്ലോ ഇൻ വാട്ട് എവർ എൻഡെവർ വി ആർ, അത് നമ്മളത് എല്ലാ കാര്യങ്ങളിലും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളെ ജോലി സ്ഥലത്ത് ജോലി ചെയ്ത് എന്ത് സ്പെഷ്യലൈസേഷൻ ആണോ, എന്ത് ആക്ടിവിറ്റീസിലാണോ നമ്മൾ എൻഗേജ് ചെയ്യുന്നത്, when we are getting involved in certain activities, put everything into it in this particular fashion. Even at home, in life and living everywhere, do this, you will reach perfection. അങ്ങനെ നമുക്ക് പടി ആയിട്ട് ഈ പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്താൻ സാധിക്കും, ഇംപെറിഷബിൾ സ്റ്റേറ്റിലേക്ക് എത്താൻ സാധിക്കും. Striving to reach the state of flow in Karma Yoga is nothing but a practice-based strategy for invoking the imperishability from within us. Whatever thoughts animate your mind, as you strike loose from the shackles of the limitations imposed by the body, mind, and intellect of our imagination, and those thoughts find a field for expression. Adana angane adu and then that should be modeled on sustainability and expansion and enrichment, etc. The potential power of self is thus released to the full. അത് അവിടെയാണ് അക്ഷരത്വത്തിലേക്ക് നമ്മൾ വരുന്നത്. ഇതാണ് ആ അക്ഷരത്വം, അതായത് സസ്റ്റൈനബിൾ ആയിട്ടും ഇംപെറിഷബിൾ ആയിട്ടോ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സെ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കണം. അതിന്റെ മുമ്പിലെ ഒരുപാട് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കുമായിരിക്കും. പക്ഷെ അത് എല്ലാം തരണം ചെയ്ത് പോകാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഭഗവത്ഗീത നമുക്ക് നൽകുന്നത്. therefore be constantly focused with the mind fully and the intellect. ഇമോഷണൽ ആയിട്ടും ഇന്റലക്ച്വൽ ആയിട്ടും നമുക്ക് സെൽഫിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. ആത്മതത്വത്തിനെ ഉൾക്കൊള്ളാം. ആ അധ്യാത്മമായിട്ടുള്ള, അതായത് സ്വഭാവം ഈസ് അധ്യാത്മ എന്നൊക്കെ ആദ്യം പറഞ്ഞതാണ്. ദാറ്റ് ഈസ് വാട്ട്? ദാറ്റ് ഇൻഫിനിറ്റ് ബ്രഹ്മൻ, ഭയങ്കര ബൃഹത്തായിട്ടുള്ള ഇൻഫിനിറ്റ്ലി ലാർജ് ബ്രഹ്മൻ നമ്മുടെ ഉള്ളിൽ കൂടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ you have to focus with the mind and intellect on that principle, that belief, that confidence that I have in facing up to the challenges of life, and we shall doubtless achieve the joys of the self. But in the challenge vannu kiyalum face it, and then there is a lot of things that happens in the brain with this kind of focus. Tremendous changes takes place in the brain, and you will actually start releasing energies that hitherto you were never imagined that you have. അങ്ങനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും with unwavering focus on the joys of the self by the mind and intellect through constant practice. അതിനാണ് ആദ്യം തന്നെ കർമ്മയോഗം പറഞ്ഞത്. ആ കർമ്മയോഗ സ്ട്രാറ്റജീസ് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തും. we will achieve the splendorous state of the supreme self. അങ്ങനെ ആ അക്ഷരത്വവും സ്പ്ലെൻഡറും ഒക്കെ ഉള്ള ആ സ്റ്റേറ്റിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും ചെല്ലാൻ സാധിക്കും. if we can conceive and comprehend the self as, അപ്പൊ അദ്വൈത ഫിലോസഫി അത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം, as the omniscient, the eternal, the controller, smaller than the smallest, larger than the largest എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ ഇൻഫിനിറ്റ്യൂഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. that which is smaller than the smallest, larger than the largest, etc., which sustains everything. And it is self-luminous. Its existence നമുക്ക് എന്തെങ്കിലും ഒരു മീഡിയത്തിന്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ജീവൻ വരുന്ന മാതിരിയല്ല. That is always it is energy, it is there. It is self-luminant. It doesn't need anything else to be illuminated. And focused on such subtle thoughts without being carried away by the limiting senses. നമ്മുടെ സെൻസസിന്റെ ലിമിറ്റേഷൻസിൽ വീഴാണ്ട് നമ്മുടെ ഫോക്കസ് അവിടെ ഉണ്ടാവണം. Then we will be able to realize the full potential, unlimited potential, when the self exists as the BMI as action. അപ്പോൾ നമ്മുടെ BMIയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ സെൽഫിന്റെ മാക്സിമം പൊട്ടൻഷ്യലും എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആണ്. ആ ഇൻഫിനിറ്റ്യൂഡിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഫിനിറ്റിലെല്ലാം എല്ലാ കഴിവുകളും എനിക്ക് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇത് വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നത്. The thing is that you can keep on improving and striving towards better and better ideation, better and better capabilities, skills, അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പവറാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. And then we go
the self thus expresses out in the outside world. അപ്പോൾ അത് ആ ഫോക്കസ് എന്ന് പറയുന്നത്, അപ്പൊ അതില് ഇവിടെ പറയുന്നുണ്ട് മറ്റേ ബ്രുവോർ മധ്യേ ഫോക്കസ് ചെയ്യണം എന്നാ പറയുന്നത്, ബ്രുവോർ മധ്യേ എന്നൊക്കെ. അപ്പൊ അത് ഒരു നമ്മളുടെ ഒരു റിച്വലിസ്റ്റിക് സീക്വൻസിൽ ഇന്റർപ്രറ്റ് ചെയ്യാം അതിനെ. അങ്ങനെ കണ്ണടച്ചിരുന്ന് പ്രാണായാമം ചെയ്ത് കംപ്ലീറ്റ് മനസ്സിനെ ഇത് ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ ബ്രുവോർ മധ്യേ, ഈ നെറ്റിയുടെ ഈ ഐബ്രോസിന്റെ നമ്മുടെ പിരികത്തിന്റെ അവിടെ നടുവിൽ കൊണ്ടുവന്ന് ആ പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തി കണ്ണിനെ കൊണ്ടുവന്ന് നിർത്തുക എന്നൊക്കെ പറയുന്ന പ്രോസസ്സസ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൾ റിച്വലിസ്റ്റിക്. പക്ഷെ ഇവിടെ അതിന്റെ സിംബോളിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഗെറ്റിംഗ് ടു ഫോക്കസ് ഇൻ complete focus on making sure that you are focused on learning, you are focused on proper decision making, and you are focused on proper problem solving. Appo discriminative capabilities and proper decision making or dispassion angantha varununda, so that you are not deviated from your objective. And to achieve your goals, you may have to learn. So learning, decision making and problem solving, adile nammal focused avanamannanu ee parayinte artham. So ee learning, decision making and problem solving ennu parayunna moonu what you call executive functions are carried out by the prefrontal cortex of the brain, which is right behind this area. So basically ivide geethayil parayanathu endanu vechal, if you want to expand into unlimitedness, then your thought processes should be such that you should be focused, your mind and intellect should be focused on achieving what? Learning, decision making, proper decision making, goal oriented decision making and problem solving approaches, right approaches. Appo adinana karma yogathil ഒരുപാട് strategies പറഞ്ഞ attitudes ഉം aptitudes ഉം renunciation strategies and focus of mind, adinte കാര്യങ്ങളൊക്കെ പറയും. എന്തിനാണ് അതൊക്കെ? and all the yajna bhava, tyaga bhava, samarpana bhava, prasada bhava എന്നൊക്കെ പറയുന്ന attitudinal changes and all those things you have to learn from your experiences and focus and take the right steps at the right time, actively resisting evil. അതാണ് ഗീതയുടെ തന്നെ ഒരു phrase പറഞ്ഞ, what is Bhagavad Gita is all about actively resisting evil. evil എന്ന് പറഞ്ഞ ചീത്തയായിട്ടുള്ള നെഗറ്റീവ്, ഡിസ്ട്രാക്ടിങ്, all those things, അതിനെയൊക്കെ ആക്റ്റീവ്ലി റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെറുതെ ഇങ്ങനെ അങ്ങനെയല്ല, അത് ആക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ പ്രൊആക്ടിവിറ്റി അതിൽ വരുന്നുണ്ട്. സോ ദാറ്റ് യു വിൽ അത് ചെയ്യാൻ, അത് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രൊആക്റ്റീവ് സ്റ്റെപ്സ് എടുക്കലും ഒക്കെ, വെറുതെ ഇരിക്കലും മാത്രമല്ല, ആക്റ്റീവ്ലി ഫൈറ്റിംഗ് ഈവിൾ, അത് ചെയ്യാം. അപ്പൊ ലേണിംഗ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗിൽ ഫോക്കസ്ഡ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതാണ് അവിടെ പറയുന്നത് ബ്രുവോർ മധ്യേ, at the time of self living your BMI, prayanakale manasa chalena, with unshaken mind, manasa chalena, with unshaken mind, bhaktya yukto yoga balena chaiva, endowed with devotion and by the power of focus of and integration of the body, mind and intellect, fixing the whole for whole your thought process, the flow of thought within you. ബ്രുവോർ മധ്യേ പ്രാണം അവേശ്യ സമ്യക്, പ്രാണൻ, അതാണ് ആ തോട്ട് ഫ്ലോയിനെ മുഴുവനും ഫോക്കസ്ഡ് ഇൻ ലേണിംഗ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. സതം പരം പുരുഷം ഉപാധി ദിവ്യം. സച്ച് പീപ്പിൾ റീച്ച് ദാറ്റ് റെസ്പ്ലൻഡന്റ് സ്റ്റേറ്റ് ഓഫ് ദ സുപ്രീം സെൽഫ് വിത്തിൻ us. അത് ആ അക്ഷരബ്രഹ്മത്വത്തിലേക്ക് എത്താനായിട്ടുള്ള വഴി, സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലേക്ക് എത്താനാണ്. The prefrontal cortex is part of the brain located in the front of the frontal lobe, and it is implicated in a variety of complex behaviors including planning, rational decision making, and greatly contributes to personality development. അപ്പോൾ അതാണ് അതിൽ ഫോക്കസ് ചെയ്തിട്ടാണ്, അതിനെയാണ് ഇവിടെ സിംബോളിക് ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്തോട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ പറയുന്നത്, സ്റ്റേറ്റ് ഓഫ് ഫ്ലോ യിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ അപ്പൊ എന്താ പറ്റുക, ദ പവർ ഓഫ് ദ സെൽഫ്, മുകളിൽ ഇവിടെ പവർ ഓഫ് ദ സെൽഫ് വെൻ ഇറ്റ് എക്സിറ്റ്സ്, ദ പവർ ഓഫ് ദ സെൽഫ് വെൻ ഇറ്റ് എക്സിറ്റ്സ് അവർ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട്. മൈൻഡ്, എനർജി ഓഫ് ദ മൈൻഡ് ടേക്സ് ഔട്ട് ദിസ് ആത്മനിർവൃതി, ജോയ്സ് ഓഫ് ദ സെൽഫ്. ആ പ്രവർത്തനത്തിൽ നിന്നുണ്ടാവുന്ന ആത്മനിർവൃതിയായിട്ടാണ് പുറത്തേക്ക് വരുന്നത്, വിച്ച് ഈസ് ദ പവർ ഓഫ് ദ സെൽഫ് therefore carries the joy of the self outward. നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന്, മനസ്സ്, ബുദ്ധി, ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന്
Power of the self പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? Carrying the joys of the self. Therefore, we are actually radiating that kind of energy outside. When you do this, when you are focused totally on that infinite, that confidence of the self within you, in all your activities of learning, decision making, and problem solving, then this is what happens. You are radiating joy of the self. If otherwise, if you are carried over by the whims and fancies of your intellect, mind, and the senses, pleasure seeking, and feelings, emotional feelings, going after emotional feelings, and intellectual conceit and things like that, for egoistically going forward, then that power of the self will still come out through you. Power of the self will still come out through you, but carrying what? Carrying your acts of emotion and acts of ego. അത് പുറത്തേക്ക് എടുത്തുകൊണ്ട് വരികയാണ് ചെയ്തത്. അപ്പൊ സെൽഫ് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ we have seen this in third, fourth chapter, etc. And I've animated that also. And so the self is passing through us and exiting, and every time it exits, it is taking the vasanas inside you. Just like the air that travels through the flower, comes out with the fragrance of the flower എന്നൊക്കെ പറഞ്ഞിട്ട് 15ാം അധ്യായത്തിൽ ഇനിയും പറയാൻ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ സെൽഫിന്റെ പവേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവരും. ഈ സെൽഫിന്റെ പവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട്? ഫോക്കസിങ് ഓൺ ദ ഇൻഫിനിറ്റ്യൂഡ്, ഫോക്കസിങ് ഓൺ എക്സ്പാൻഷൻ, focusing on enrichment instead of just being focused inside the body, mind, and intellect. Selfish avand cheya ennu parnu kayal, you will be exhibiting the power of love in your loving your things that you are doing, the sense of love, the sense of duty, sense of priority, sense of excellence, sense of completion, closure, etc., and a sense of service, and you are striving to improve yourself regularly, the capabilities of the BMA. All those brings happiness. That happiness is basically what ഈ പറയുന്ന ആനന്ദമയ കോശത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സെൽഫിന്റെ ആനന്ദങ്ങളാണത്. These are the things that we can experience. അല്ലെങ്കിൽ സച്ചിദാനന്ദത്തിന്റെ ആനന്ദത്തിന് we cannot define, we cannot experience that within this body, mind, and intellect if we are, and then we can only experience the reflected glories of the self. And those reflected glories of the self, practical reflections of the glories of the self, include these things. അതാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. So that is the fundamental change we needed to make within our mindset, so that we are in a state of expansion, and therefore we actually create those kind of waves in the outside world of progress, plenty, in a sustainable manner, and enriching whoever we comes into contact with. അതാണ് അക്ഷരബ്രഹ്മത്തിന്റെ reflections നമ്മളിലൂടെ പുറത്തേക്ക് വരേണ്ടത്. So that is what Akshara Brahma Yoga is teaching us to do. അപ്പോ the state that is, ആ ഒരു സ്റ്റേറ്റിനെ പറ്റിയിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ്. The state that is declared as imperishable by those who have the knowledge. ഇത് അനുഭവിച്ച് അറിഞ്ഞിട്ട് ഉള്ളവർ പറഞ്ഞിരിക്കുന്ന, ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്ന that state, deciding which they lead the austere life, will now be explained. ഇനി പറയാൻ പോകുന്നത് withdrawing the mind by controlling all the senses. എന്നൊക്കെ പ്ലഷേഴ്സിന്റെ പുറകെ പോകുന്നില്ല എന്നർത്ഥം. അല്ലാണ്ട് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് സെൻസസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മൂക്കില് നല്ല ഒരു മറ്റേ എന്താണ് ബിരിയാണിയുടെ മണം വരും വെച്ച് ഡോണ്ട് ഗോ ആഫ്റ്റർ ദാറ്റ്, അങ്ങനെ ആ ഒരു പ്രോസസ് അല്ല. I mean, the sense that is all trivial processes. Maybe you can do all those kind of things to train your mind to focus, but that is here what is really mentioned is that by controlling the senses, meaning not going after the pleasures of the senses, focusing the mind, don't go after distractions, focus the mind through subtle intellect, using this intellectual process of telling, look, this is not right, so you have to do what you are going to do, what you are thinking is wrong, make correction, deliberately thinking about that, focus, reflecting on those things. It is actually what is really happening is these things are making instant changes in the brain. That is something which we know only now because of the developments in neuroscience. Actually the connections in the brains are being made. New connections are made. In fact, കൊച്ചു കുട്ടികളായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ 3 വയസ്സ് മുതൽ 10, 20, 18 വയസ്സ് 20 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ന്യൂറോൺസും അതൊക്കെ ഇങ്ങനെ അതിന്റെ നാച്ചുറൽ പ്രോസസ്സിൽ ഗ്രോ ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ ലേണിംഗ് ആൻഡ് അതർ തിങ്സ് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഗ്രോണപ്പ് ആയിട്ടുള്ള നമുക്ക് ഒരു 10-20 വയസ്സിനൊക്കെ ശേഷം വന്നു കഴിഞ്ഞാൽ
നമുക്ക് കൂടുതൽ ബ്രെയിൻ ന്യൂറോൺസും കണക്ഷൻസും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എങ്ങനെ? ത്രൂ റിഫ്ലക്ഷൻ, ത്രൂ ലേണിംഗ്. ആ പ്രോസസ്സിൽ കൂടെ സാധിക്കും. So that is process is being talked about here. Practicing concentration, always fixed on that infinite. You're making fundamental changes in the brain in terms of expanding your horizons. Thinking, thinking, articulating, and expressing. These are the three things that you have to do. Constantly doing on this faith, on this confidence of the self. Ee parayunna value systems, thinking about it. Articulate. But വെറുതെ thought മാത്രമല്ല, you have to translate that thought into some action plan, articulating it and then expressing it, doing it. So thinking, articulating, and expressing. While performing actions in this world, one attains the state of the self. അപ്പൊ നമുക്ക് ഈ ജീവിതത്തിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ ആത്മതത്വത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ഈ ജോയ്സ് ഓഫ് ദ സെൽഫിനെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ, സെൽഫ് ഉപയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇൻ തിങ്കിങ്, ഇൻ ആർട്ടിക്കുലേറ്റിംഗ് ആൻഡ് ഇൻ എക്സ്പ്രസിംഗ്. When you do that, then you start expanding. What are the focuses that you have to bring in? Joys of the self in focus on sustainability, inclusiveness, and enrichment. ഇതൊക്കെയാണ് characteristics of Brahman. Characteristics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in the material world, universal world വരുമ്പോൾ rooted the sacrifices, യജ്ഞത്തിൽ അധിഷ്ഠിതമാണ് ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ sacrifices and yajna, cooperative endeavors, with sacrifice mentality, etc. അപ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പോഴത്തെ മോഡേൺ ടെർമിനോളജി പറഞ്ഞാൽ actions becoming sustainable, goals becoming sustainable, inclusive, taking in everyone as many as possible, and enriching everyone who you contact with, enriching people, enriching environment and infrastructure, everything, society are the primary goals that lead to perfection in existence. അപ്പൊ അതിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള thinking, articulation, and expressing it. ഇത് മൂന്നും നമുക്ക് അതിൽ ചെയ്യണം. Deriving the joys of the self is very easy for those who always strive with focus, with regularity and persistence. അപ്പൊ അത് പ്രോസസ് ആണത്. You have to do that. You have to keep on striving with regularity and persistence. അത് ഒരു 2 ദിവസം ചെയ്തു അപ്പൊ സക്സസ്ഫുൾ ആയത്? No, don't stop that. You have to make fundamental changes in the brain. Neuroscience also talks about the same thing. You have to have focus, regularity, and persistence. Why? Because that is how fundamental changes are made in the brain. അപ്പോ ഇപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്ത് എന്തൊക്കെയോ ചിന്തിക്കുന്നു, എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, എനിക്കിത് പറ്റില്ല എന്ന് വിചാരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു മെന്റൽ ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുമ്പോൾ you cannot get out of that. If you want to get out of that, you have to strive. അപ്പൊ അത് സ്ട്രൈവ് ചെയ്യാനായിട്ട് ഡെഫിനിറ്റ് ഫോഴ്സ്, നമ്മുടെ സെൽഫ് എഫേർട്ട് കൊണ്ടുവരണം പുറത്തേക്ക്. സെൽഫ് എഫേർട്ട്, പുരുഷാർത്ഥം, സെൽഫ് എഫേർട്ട് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. Once the joys of the self is tasted, we will be free from miserable transitory world of hope and despair. അങ്ങനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ സാധിക്കുമ്പോൾ പിന്നെ ഈ ഒരു എക്സിസ്റ്റൻസിൽ തോൽവികളും ഒക്കെ നമ്മൾ അതിന്റെ സ്ട്രൈഡിൽ എടുക്കാനായിട്ട് നമ്മൾ പഠിക്കും. അപ്പോ because of attaining perfect equipoise, intellectual poise, mental equanimity, അത് രണ്ടും കിട്ടിക്കഴിയുമ്പോഴാണ് ഇന്ദ്രിയ സംയമത, ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണെന്ന് നമ്മൾ അത് അഗൈൻ കർമ്മയോഗത്തിൽ കണ്ടിരുന്നു. These 3 characteristics, once you attain these characteristics, what is happening is that then you will be free of hope and despair. എന്ന് പറഞ്ഞാൽ ഹോപ്പ് വരില്ല എന്നോ ഡെസ്പെയർ വരില്ല എന്നോ അല്ല. Yes, sometimes you will be under the influence of hope, the great influence of hope, and sometimes you will be under the doldrums of despair. ഇതൊക്കെ ഉണ്ടാവും നമുക്ക്. പക്ഷെ ആ സമയത്ത് you will be able to push yourself up from that state. വല്ലാണ്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളും അതിനനുസരിച്ച് അങ്ങനെ അല്ലാണ്ടും, അതുപോലെ നമ്മൾ ഡെസ്പയറിലാവുമ്പോൾ കംപ്ലീറ്റ് ഫോഴ്സ് പോയിട്ടിരിക്കുന്ന ഒരു ഡിഫ്ലേറ്റഡ് ബലൂണിനെ പോലെ ഇരിക്കുന്ന അവസ്ഥ, അതൊന്നും ഇല്ലാണ്ട് നമ്മൾ അതിൽ നിന്ന് അത് വരും നമുക്ക്. ദാറ്റ് ഇസ് ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ because we have a mind and intellect and senses. So therefore we will suffer that. But at that time, you should be able to pull yourself up and then get out of it. Adinu venda, why am I in this condition? Ennulla chinda. That is why avade adha parnathu. Learning, decision making, and that is when you have to focus here. That is when you have to really think, bring all your thought process into the prefrontal cortex. അത് കൊണ്ടുവരുന്ന പ്രോസസ്സാണ്. ആൻഡ് ദെൻ യു ക്യാൻ സ്റ്റാർട്ട് മേക്കിംഗ് ഫണ്ടമെന്റൽ ചേഞ്ചസ്. അപ്പൊ അത് ഇവിടെ അറ്റൈനിങ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇംപ്രഷബിൾ സെൽഫ് ഈസ് ഗോയിങ് ടു ബി എക്സ്പ്ലെയിൻ. അപ്പൊ അതാണ് ഇപ്പൊ ചെയ്തത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സംഗതികൾ ഇവിടെ പറയുന്നുണ്ട്. സെൻസ് കൺട്രോൾ, മൈൻഡ് കൺട്രോൾ ആൻഡ് തോട്ട് കൺട്രോൾ.
അതായത് സംയമ്യ മനോഹൃതി നിരുദ്ധ്യ ച മൂർധന്യ ആദായ ആത്മന എന്നാണ് 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ അവിടെ സംയമ്യ എന്ന് പറഞ്ഞാൽ സെൻസ് കൺട്രോൾ, നിരുദ്ധ്യ എന്ന് പറഞ്ഞാൽ മൈൻഡ് കൺട്രോൾ, ആൻഡ് ചെക്കിംഗ് ദ മൈൻഡ് ഓൺ ദ സെൽഫ്, അതാണ് നിരുദ്ധ്യ. ചെക്കിംഗ് ദ മൈൻഡ് ഓൺ ദ സെൽഫ്. നമ്മൾ ചെക്ക് ഇൻ ദ എമിറേറ്റ്സ് കൗണ്ടർ എന്നൊക്കെ പറയുന്ന മാതിരി യു ഹാവ് ടു ചെക്ക് ഇൻ അറ്റ് ദ കൗണ്ടർ ഓഫ് സെൽഫ്, മൈൻഡിനെ. അതാണ് നിരുദ്ധ്യ. ആൻഡ് തോട്ട് കൺട്രോൾ, ആദായ തോട്ട്, ചിന്തകളിലെ ഈ ഇന്റലക്ച്വൽ ഐഡിയേഷൻ അതും കൂടി നമ്മൾ അതിലേക്ക് കൊണ്ടുവരണം. ആ സെൽഫിൽ അധിഷ്ഠിതമായിട്ട് കൊണ്ടുവരാൻ സാധിക്കണം. ഇമോഷണൽ ആൻഡ് റാഷണൽ പ്രോസസ്സസ് ഓൾ ബ്രോട്ട് ടുഗെദർ അറ്റ് ദ ആൾട്ടർ ഓഫ് ദ സെൽഫ്. സർ ഇതിനകത്ത് പാഷൻ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട്. സെൽഫ് കൺട്രോൾഡ് ആൻഡ് പാഷൻ ഫ്രീ. ഫസ്റ്റ് പാഷൻ ഫ്രീ, ഹൗ എക്സാക്ട്ലി ക്യാൻ ഇറ്റ് ബി പാഷൻ ഫ്രീ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ രജസ് ഒക്കെ ഇല്ലേ, അതായത് ഇമോഷണൽ ആയിട്ടുള്ള ടർബുലൻസ്, എക്സ്ട്രീം ആയിട്ടുള്ള പാഷൻസ്, അതൊക്കെ അത് ഇപ്പൊ ആങ്കർ, ഹേറ്റ്രഡ്, ജലസി, ലേസിനെസ്, ഇങ്ങനത്തെ സാധനങ്ങളെയൊക്കെ നമ്മൾ എക്സ്ട്രീം കണ്ടീഷൻസിലേക്ക് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അതിനെയൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മളെ എണീക്കണം, സടകുടഞ്ഞ് എണീക്കണം. വി ഹാവ് ടു ബ്രേക്ക് ലൂസ് ഓഫ് ഓൾ ദോസ് തിങ്സ് ആൻഡ് കം ഔട്ട് ഓഫ് ദാറ്റ്. അപ്പൊ അതാണ് പാഷൻ ഫ്രീ, ബ്രേക്കിംഗ് ലൂസ് ഓഫ് ദ പാഷൻസ് ദാറ്റ് ആർ കൺട്രോളിങ് യു. അപ്പൊ ആ മൈൻഡ് കൺട്രോൾ ആൻഡ് ഇന്റലക്ച്വൽ കൺട്രോൾ ബോത്ത് ആർ റിക്വയർഡ് ഫോർ ദാറ്റ്. അതാണ് സംയമ്യ നിരുദ്ധ്യ ആദായ എന്നുള്ള വാക്കുകളെ കൊണ്ട് അവിടെ ഉദ്ദേശിച്ചത്. ആൻഡ് ദെൻ പിന്നെ 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അട്ടറിങ് ദ മോണോസില്ലബിൾ ഓം ദ ബ്രഹ്മൻ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഐ വിൽ കണക്ട് ദാറ്റ്. അപ്പൊ ആ ഓം എന്ന് പറയുന്ന അക്ഷര, ഇതില് വേറെ പല സംഗതികളുണ്ട്. അതിന്റെ ചില ഒരു ആസ്പെക്റ്റുകൾ ഞാൻ പറയാം. അതായത് വി ക്യാൻ ടോക്ക് അബൌട്ട്, ഇന്നിപ്പം ഞാൻ വേറെ ഒരു ലെക്ചർ TV കണ്ടതാണ്. അപ്പൊ നമ്മളെ പങ്കജം എന്നുള്ളൊരു വാക്ക് പറഞ്ഞു അല്ലെ. എന്തായിരിക്കും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വരുന്ന ചിന്തകൾ? ഒരു പങ്കജം എന്നുള്ള വാക്ക് കേൾക്കുമ്പോ താമര. നേരെ വരച്ച് ഇപ്പൊ ഇവിടെ ആരെങ്കിലും ഒരാളുടെ ഭാര്യയുടെ പേര് പങ്കജം എന്നാണെങ്കിലോ, അപ്പൊ പങ്കജം എന്ന് പറയുമ്പോ ആ ഭാര്യയുടെ പേര് ഭാര്യയായിരിക്കും ഓർമ്മ വരിക അല്ലെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഉണ്ട് അങ്ങനെ. അപ്പോ ഈ വാക്ക് സെയിം വാക്കിന് പങ്കജം എന്നുള്ള വാക്ക് അക്ഷരങ്ങൾ എടുത്തു കഴിഞ്ഞാല്, ഈ പറയുന്ന ആൽഫബറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ആൽഫബറ്റ്സ് പല വിധത്തിൽ കൂട്ടുക അല്ലെങ്കിൽ ഒരേ വിധത്തിൽ തന്നെ കൂട്ടിയിരിക്കുന്ന സാധനങ്ങൾക്ക് പല മീനിങ്ങുകൾ വരാം. ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് അല്ലെ. പക്ഷെ ദർ ഈസ് വൺ തിങ് ഇൻ ദാറ്റ് വിച്ച് ഡസന്റ് ചേഞ്ച്. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ദ സിലബിൾസ് ഓഫ് ദി ആൽഫബറ്റ്. അതുകൊണ്ടാണ് സംസ്കൃതത്തില് അതിന് അക്ഷരം എന്ന് പേര് കൊടുത്തത്. ഓക്കെ, സച്ച് എ ബ്യൂട്ടി ഇൻ ഡിഫൈനിങ് ദ വേർഡ്. ഇപ്പൊ ആൽഫബറ്റ് എന്നുള്ള വാക്കിന് ആ ബ്യൂട്ടി ഇല്ല ഇംഗ്ലീഷില്. പക്ഷേ സംസ്കൃതത്തില് അക്ഷരം എന്നുള്ള വാക്ക് ഇറ്റ് ക്യാരി സോ മച്ച്. അത് ആ അക്ഷരം തന്നെയാണ് മലയാളത്തിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. സെയിം ടൈം അക്ഷരം ഈസ് സംതിങ് വിച്ച് ഡസ് നോട്ട് ഹാവ് എനി ക്ഷയം. അക്ഷരങ്ങൾ, ഓരോ അക്ഷരങ്ങളും ക്ഷയമില്ലാത്തതാണ്. പക്ഷെ അതിനെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന വാക്കുകൾക്ക് ഏറ്റക്കുറച്ചിലുകളും ക്ഷയമൊക്കെ ഉണ്ടാവും, മാറ്റം എല്ലാം ആയിരിക്കും. അതാണ് എൻ്റെ. സോ ദ ബേസിസ് ഈസ് അക്ഷരം. ആ ബേസിസ് അതിൽ നിന്നാണ് ആ അക്ഷരം എന്നുള്ള വാക്ക് നമ്മൾ ഈ അക്ഷരബ്രഹ്മത്തിൽ നിന്ന് എടുത്തിട്ടാണ് സംസ്കൃതത്തിൽ ഈ വാക്കിന് അക്ഷരം എന്നുള്ള ഈ ആൽഫബറ്റ്സിനും കൊടുത്തിരിക്കുന്നതെന്ന് ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, വിച്ച് ഈസ് ഐ ഫൗണ്ട് ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ അല്ലെ. നമ്മുടെ സംസ്കൃതത്തിന്റെ ബ്യൂട്ടിയാണത്. ഓരോ വാക്കുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ബേസിസ് ഉണ്ടെന്ന് പറയുന്നതാണ് അക്ഷരം. ആൽഫബറ്റ് എന്ന് പറയുന്ന വാക്കിന് അത്രയില്ല. ഇറ്റ് ഈസ് എ മച്ച് മോർ ഷാലോ വേർഡ്. ബട്ട് അക്ഷരം ഇസ് ഡീപ്പ്. സോ അക്ഷരം, ആ അക്ഷരബ്രഹ്മ, ആ ഒരു So that means that what underpins everything, that is aksharam. That is aksharam. അപ്പൊ അത് ലാംഗ്വേജിൽ എടുത്തു കഴിഞ്ഞാൽ what underpins the whole literature is alphabets. So it is why it is called as അക്ഷരം. അക്ഷരങ്ങൾ ഓരോന്നും എന്ന് പറയുന്നത്. നമ്മുടെ മലയാളത്തില് ആൽഫബറ്റ്സ് നമ്മൾ അക്ഷരങ്ങൾ എന്നല്ല, ആ ഇ ഈ ഉ അത് ഫിക്സ്ഡ് തിങ്സ്. And on top of that, enormous amount of literature has been produced on this. ആ അക്ഷരത്തിലെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതാണ് അക്ഷരം. അപ്പൊ അങ്ങനെ ഓം എന്ന് പറയുന്ന അക്ഷരം, അക്ഷരബ്രഹ്മമാണത്. ഓക്കെ, ഓൺ ദാറ്റ് ഈസ് ബിൽറ്റ് എവരിതിങ്.
എന്ന് കാണിക്കുകയാണ് ഇവിടെ, എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് എന്താണത്. I will adine ipo I will initially tell you that, and then I'll describe how that has come out. Thinking, articulating, and expressing. Adana a, u, and ma. And in fact, as a reverse order, expressing is a, articulating is u, and thinking is ma. Okay, a u ma in the varayunna. Adinde equation another. And then there is a state when there is nothing. A, o, ma, nothing. A, o, ma, nothing. A, o, ma, nothing. Appa, ini a endana appa expressing in the world, outside world. Then articulating is my dream world of thoughts and dreams and aspirations. And what is the basis for that is the thought, thinking of the knowledge. That is basically what. But this is last class we have seen this in Mandukya Upanishad. A connection in that deep sleep state. We have this one knowledge. That is the basis for all our thinking. And then in the dreams and aspirations we have prajna, and then the dreams and aspirations, the tejasa, the energy, the impetus for all in the wakeful state acting, Vaishwanara. Expressing. These three states are O and Ma represent. That is Om. Om Aksharam Jalli, remembering me always. Remembering me always through the chanting of Om. That is a ritualistic practice. But what is really required is remembering me always in thinking, articulating, and expressing. So that you reach that state of silence, which is Brahman. Imperishability, which is sustainability, etc. In the state like knowledge, aspirations, and actions. In the state like all expressions in the outside world, and articulating the higher aspirations with knowledge leading to the fourth state, which is wisdom. That is what A, U, and Ma, infinity. A, U, and Ma, infinity. Because if we are in infinity and suddenly there is a wave, A, U, Ma, and then it merges in infinity back again, and then it goes. That is the chanting of Om. Onkara. Onkara mantrathinte nammal chellumbol nammude manasinte ullil nammal chindikkendathum nammal energy aavahichedukkendathu ingeneyanu. And then you express that in your actions in the outside world in that form. This is basically what we were actually talking about in the last class about the Virat, that articulations, the expressing in the expressing in the outside world. Then the Hiranyagarbha within us, which is about the aspirations and dreams and aspirations, and the Prajna state of infinite knowledge. This infinite knowledge, unfortunately, gets limited because of our body, mind, and intellect coming into play. And then we are now using the body, mind, and intellect, striving to release those bondages. That's Akshara Brahmathilekkulla vazhi. Because we all knowledge infinite we are in seamless existence with the consciousness of infinitude. But we are physical trapped. I am not that. I am the infinite, but all of us think that we are this limited thing because we have this body, mind, and intellect, which are sensory and physical materials. Therefore, it traps only. It is not able to express itself in infinitude. So, but you can. We have been given one more power. What is that power? That power is to try to strive using self-effort to make ourselves better and better and better and expand. മറ്റുള്ള മൃഗങ്ങൾക്കോ ചെടികൾക്കോ ഒന്നും ഇല്ലാത്തതായിട്ടുള്ള കഴിവ് നമുക്കുണ്ട്. അപ്പൊ ആ ഒരു പവർ നമുക്കുണ്ടാക്കി ആ മൂന്ന് സംഗതികളാണ് ആ ഉ മാ റെപ്രസെന്റ് ചെയ്യുന്നത്. വിച്ച് ഈസ് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്, ഈവൻ ദ ചാന്റിങ് ഓഫ് ദാറ്റ് ഓം നമുക്കൊന്ന് ഒരു റെപ്രസെന്റേഷൻ യു ജസ്റ്റ് ടേക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതായത് ലങ്സിന്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് എയർ എടുത്തിട്ട്
And that represents the whole universe inside me. And then deep from within. Then it goes through the larynx and vocal cords in it, converting that universe into sounds. Lungs representing the universe, which is that inside. There is no sound there. A sound when it passes through the vocal cords in the larynx. In the trachea, windpipe, corrugations and corrugations air it creates vibrations and sound. Articulation is happening there. And then it comes through the mouth, vibrates, the tongue vibrates, and through the lips it expresses. State and then silence. And then auma. So every time you take an air and then release it slowly. What is it? It is all about your mind, thought processes, which are expressing the knowledge, expanding the knowledge through articulating it and expressing it in actions. That's Om in their symbolization. This is what Om Chillimbol, Omkaram, Mantram Namala, you should think about it. It's a constant item. Chindichonda Paninjo, 3 minutes, 4 minutes, daily, it should not only be a mechanical, physical process, but it should be a mental, intellectual process of understanding the significance of chanting of the Om. And then what happens is it is going to make permanent changes in the brain. With this thought, when you get out in the morning from home to the office, etc., you will be energetic. To do, raring to go. And, raring to do something, gearing up for, whatever challenges, I will meet it head on. In the confidence. That is how you get out into the world with this kind of e-process. Otherwise, it just becomes a physical, ritualistic process and may not get the full, you may not get the full results of doing that. But instead, if you can actually understand the significance of all this and then translate the Om into our practices outside, then Om becomes a dinacharya madiri namakku daily cheyunna karyangalilekku thana cheyyunnathu. Appo we are actually becoming the seamless Brahman, representative of the seamless Brahman. And therefore, our actions become sustainable, expanding, inclusive, and enriching. Which means that I am being rooted in those values. Therefore, something that is rooted in these values is Brahman. So I am becoming Brahman, the imperishable. So understanding the universalness in the last chapter, and now we are trying to understand the imperishable nature of that self within me. Therefore, I am imperishable. The one who reflects on this creative, productive, and noble value systems will easily attain the state of the self, imperishable state of sustainability, inclusiveness, and enrichment. How then creativity and needs creativity and innovation, productivity and progress, nobility and enrichment into the action plane of creation, knowledge, sustenance and capabilities, annihilation and value systems of Brahma, Vishnu, Maheshwaran, and then the outcomes of sustainability, inclusiveness, and enrichment in the outside world of our actions, the environment, the infrastructure that we create, and through the process of thinking, articulation, and expression. This is Onkaram. If we can, this is Onkaratinte poril namukku ulkonda. This is Pranava Mantram. Sanatana Dharmathinte Pranava Mantram ennu parayunna concept. This, if we can, this is basically what is encapsulated in the 8th chapter of the Bhagavad Gita. And this is what we should be imbibing, and so that we are energized. Apo. Auma. Okay. Now let us look at a little board. I mean, a complicated diagram. This is only for your thought processes. Think about it. When we are, we are that infinite, imperishable infinite. Satchitanandam. Satchitanandam universe, all of us are in that.
അതിന്റെ ഉള്ളില് നമ്മളുടെ ഒരു ഫിസിക്കൽ കവറിങ് വെച്ച്, ഫിസിക്കൽ ബോഡി ഒക്കെ വെച്ചിട്ട് അവിടെ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട്, ഈ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന റിക്വയർമെന്റ്സ് ഓഫ് എക്സിസ്റ്റൻസ് ഇൻ ദിസ് വേൾഡ്, വാട്ട് ഇസ് ദാറ്റ്? ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് എൻറിച്ച്മെന്റ്. Put the pointer on the creativity, productivity and enrichment എന്ന് പറയുന്ന 3 സംഗതികളിലേക്ക് ഞാൻ എൻ്റെ മനസ്സ്, ബുദ്ധി, ശരീരത്തിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ what is happening is I can be creative but I can fail. I can be creative and I can succeed. When I succeed, I am fired by anticipation and hope, of excitement, of positivity, of energy, of happiness. When that thing, my idea fails, I am anxious, I'm despondent. And what happens is this despondency and anxiety makes a creative surge, it brings it down into that infinitude. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ ക്രിയേറ്റീവ് ഐഡിയ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്നതിന് മുമ്പ് ഉള്ളൊരു സ്റ്റേജ് ഉണ്ട്. ഞാനിങ്ങനെ ഓക്കെ ആണെന്ന് വിചാരിക്കാം, സഡൻലി ഒരു ഐഡിയ എൻ്റെ മുകളിൽ വന്നു ഇങ്ങനെ, ആൻഡ് ദെൻ I find loopholes or it fails, and that excitement, everything, hope and despair ആയി മാറുന്നു, and slowly it fades away. It fades away into this infinitude itself. അല്ലേ? But മറ്റേത് കേസിലോ, in anticipation, hope, excitement, progress, അപ്പൊ ഹാപ്പിനെസ് ആയി മാറുന്നത്. And that happiness, but it is not long lasting. It slowly comes down and then merges back. This is basically what happens. This is what in terms of productivity, in terms of our ideas on enrichment, etc. നമ്മുടെ പ്രവർത്തനത്തിൽ വരുന്ന ഈ ഐഡിയേഷൻ, നമ്മൾ അത് സക്സസ്ഫുൾ ഫെയിലിയർ ഒക്കെ വന്നുകൊണ്ടേയിരിക്കും, ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട്. ഇതിനെ അപ്പൊ നമുക്ക് ഇത് ഈ വെളിച്ചം, ദി ഹാപ്പിനെസ് ഓഫ് എക്സൈറ്റ്മെന്റ്, പ്രോഗ്രസ്, എക്സെട്ര, അത് ഡേ ആയിട്ടും ഇറ്റ് ഇസ് ദ ഡേ ടൈം ഓർ ലൈഫ്. മറ്റേതോ ഓഫ് ആൻസൈറ്റി, ഡെസ്പയർ ഈസ് നൈറ്റ് ടൈം. It is death for me. So what is അപ്പൊ എന്താ നമ്മുടെ മനസ്സ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ മനസ്സ്, ബുദ്ധി, ശരീരമൊക്കെ ഈ കോൺസ്റ്റന്റ് ആയിട്ട് ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കുകയാണ് രാത്രിയും പകലും. ഇത് പ്രോപ്പറായിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ മനസ്സിലാവും ഈ രണ്ടും, ഈ ദിവസവും രാത്രിയും ഒക്കെ ഈക്വൽ ആണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഹാപ്പൻ, രണ്ടും സംഭവിക്കാം എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വന്നാലാണ് നമുക്ക് സ്റ്റഡി മൈൻഡിലേക്ക് എത്താനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ നമ്മൾ വിൽ ബി ഇൻ ഡെസ്പയർ ആൻഡ് വിൽ ബി ഇൻ മറ്റേതല്ല, ഡെസ്പയർ വരും, ഇറ്റ് ഗോസ് ബാക്ക് ഇൻ ടു ദിസ് ഇൻഫിനിറ്റ്യൂഡ്. ഹാപ്പിനെസ് വരും, ദാറ്റ് ഓൾസോ ഗോസ് ബാക്ക് ടു ദി ഇൻഫിനിറ്റ്യൂഡ് ആൻഡ് വി ആർ കാം. അതല്ലെങ്കിൽ വി വിൽ ബി ഇൻ ദിസ് ഡാർക്ക്നെസ് ഓർ ലൈറ്റ് നിൽക്കുന്നൊരവസ്ഥ. അത് രണ്ടും ഒന്നാണെന്ന് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, അത് രണ്ടും ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്നും, ആൻഡ് ബോത്ത് ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് ബോത്ത് ദ ഡേ ആൻഡ് ദ നൈറ്റ്, ദ ഡ്യൂറേഷൻ ഓഫ് ബോത്ത് ദ ഡേ ആൻഡ് ദ നൈറ്റ് ആർ ഈക്വൽ എന്നുള്ള ഒരു ബോധം നമുക്ക് കിട്ടുമ്പോൾ ആണ് സ്റ്റെബിലിറ്റി വരുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സക്സസ് ആൻഡ് ഫെയിലിയർ ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എവറി തോട്ട് ആൻഡ് ആക്ഷൻ. ദാറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. ഇഫ് യു ക്യാൻ ഗെറ്റ് ദാറ്റ് ഇംപെറിഷബിൾ വിസ്ഡം, then you are hitchhiking to the Brahman. ട്രൂത്തിലേക്ക് നമ്മൾ ഹിച്ചൈക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് വി ഷുഡ് ബി അച്ചീവിങ്, ട്രൈങ് ടു അച്ചീവ്. ഓക്കെ, അപ്പോ അത് ഇങ്ങനെ വരുമ്പോ ഇത് കിട്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഇൻഡിവിജ്വൽ ദാറ്റ് ഈസ് മീ, ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട്, വെൻ ഇറ്റ് ഈസ് ഹിച്ചൈക്ഡ് ടു ദി ഇൻഫിനിറ്റ് ബ്ലിസ് ഓഫ് ജോയ്സ് ഓഫ് ദ സെൽഫ്, അപ്പോഴാണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കുക. ആത്മതൃപ്തിയിലേക്ക് അധിഷ്ഠിതമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സെൻസ് ഓഫ് ലവ്, സെൻസ് ഓഫ് പ്രയോറിറ്റി, അങ്ങനത്തെ ലവ്, പ്രയോറിറ്റി, കംപ്ലീഷൻ, പെർഫെക്ഷൻ ആൻഡ് യുനോ ഓൾ ദോസ് തിങ്സ് ആർ ബ്രഹ്മത്തിന്റെ സ്പാർക്ക്. അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുമ്പോൾ then you reach that state. Otherwise എന്റെ മനസ്സും ബുദ്ധി ശരീരത്തിന്റെ പ്ലഷേഴ്സിനൊക്കെ വേണ്ടി ആവുമ്പോഴാണ് ഈ പറയുന്ന ടർബുലൻസ് ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് വാട്ട്? ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. What? It is like this. This is happening like this. You know, the waves in an ocean. The ocean is there, but all these things are waves in the ocean. I am not getting agitated by all those things. എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കണമെങ്കിൽ ആ ഇൻഫിനിറ്റ് ബ്ലിസ്, ബ്രഹ്മത്തിൽ നമുക്ക് അധിഷ്ഠിതമായിട്ട് ചെയ്യാൻ പറ്റണം. അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് ഈ വരുന്ന വേവ്സ് അതിങ്ങനെ കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. ഇത് ഓക്കെ, ഫ്രസ്ട്രേഷൻ, ആങ്കർ, ഓക്കെ, ഫൈൻ, ബട്ട് നോ ബ്രിങ് ഇറ്റ് ഓൺ.
it is only a current frustration. It will go, it will become, and I will be happy. Because these both will happen in this material world. എന്നുള്ള തത്വം നമുക്ക് മനസ്സിലാക്കലാണ് ഇംപെറിഷബിളിലേക്ക് പോകാനായിട്ടുള്ള വഴി, ഇംപെറിഷബിലിറ്റിയിലേക്ക് പോകാനായിട്ടുള്ള വഴി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇതാണ് പല മറ്റേ ആത്മബോധം അങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെ ഈ ശങ്കരാചാര്യ സ്വാമികളൊക്കെ പറയുന്നുണ്ട്, ഈ വേവ്സ് ഇൻ ദി ഓഷൻ, വേവ്സ് ഇൻ ദി ഓഷൻ എന്നൊക്കെ പറയുന്നത്. ദിസ് ഈസ് ബേസിക്കലി ഇത് അക്ഷരബ്രഹ്മത്വത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ആം ദ ഓഷൻ ആൻഡ് ഐ ആം നോട്ട് ദ വേവ്. The wave is something that is happening inside me, and then it is dying back into me itself. Ocean leke povana. So I am the ocean, I am not the wave. Adu namukku manasilakan sadhichu kayipol truth comes. Sir. Appo avada adu inni engane varnichirikkunnu nokam. Those who run after the created glories of the world are subject to vagaries of hope and despair. In material world, but those who go after the joys of the self are not. Our steady area. Those who realize what hope and despair are, they know very well that both are equally transient. ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടും ട്രാൻസിയന്റ് ആണ്. സന്തോഷം എപ്പോഴും ഉണ്ടാവില്ല, സങ്കടം എപ്പോഴും ഉണ്ടാവില്ല, keep on changing, and both of them are equally balanced. അങ്ങനെ ഉണ്ടാവും. They know very well that both are equally transcendent, and so they know everything. അങ്ങനെ മനസ്സിലാക്കുന്നവര് they know everything എന്നാണ് ഗീതയിൽ പറയുന്നത്. In times of hope and positive efforts, the unmanifested springs forth, becomes manifested. അതാണ് അവയവായിട്ട് പുറത്തേക്ക് വരുന്നത്. And at times of despair and negativity, dissolve into the ocean. The multitude of beings comes forth in hope and dissolves into the unmanifested in the moments of despair. അങ്ങനെയാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ദർ ഈസ് ദാറ്റ് സ്റ്റേറ്റ് വിച്ച് ഈസ് ഹയർ ദാൻ ദി അൺമാനിഫെസ്റ്റഡ്. ഇപ്പൊ ഈ പറയുന്ന ഈ സന്തോഷവും സങ്കടവും ഒന്നും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ ജീവിതത്തിലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ. പക്ഷെ അതിനേക്കാളിലൊക്കെ ഹയർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട്, അതാണ് അക്ഷരബ്രഹ്മത്വം. അതായത് എന്താണ്? ഈ ആത്മതൃപ്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ മനസ്സ്. This is the imperishable, unmanifested, eternal. അതൊരു ഡെഫിനിഷനാണ്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. So I hope you understand what these statements are now. This is the supreme state. Those who realize the supreme state of the self does not fall prey to hopes and despair, birth and death. ഈ വേവ്സിലൊന്നും അടിമപ്പെട്ട് പോവാണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നു അങ്ങനെയുള്ളവര്. ഓക്കെ, ഇനി ആ അക്ഷരബ്രഹ്മത്വത്തിലേക്ക് പോകുന്നതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് എടുക്കാം. എന്താണ്? all of us have goals and all of us have aims also. അതായത് നമ്മൾ ഗോൾസ് ആൻഡ് എയിംസിനെ നമുക്കൊന്ന്, ഗോൾസ് ആർ ഗോൾസ്, ദ ഹയർ ഗോൾസ്. എയിംസ് എന്ന് പറയുന്നത് എന്റെ സെൽഫിഷ് ആയിട്ടുള്ള സംഗതികളാണ് എയിംസ്. അപ്പൊ അതിനെ രണ്ട് വാക്ക് ഉപയോഗിച്ചു, ഗോൾസ് ആൻഡ് എയിം. അപ്പോ ദ ഗോൾസ് ആർ പവേർഡ് ബൈ ദ ജോയ്സ് ഓഫ് സെൽഫ് ആൻഡ് ദ എയിംസ് ആർ പവേർഡ് ബൈ the hunger for power, pelf and prestige. Power, pelf and prestige, selfish ആയിട്ടുള്ള അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്ന സംഗതികളാണ് എൻ്റെ എയിംസ് എന്ന് പറയുന്നത്. സെൽഫിഷ് എയിംസ് are directed by power, pelf and prestige, whereas the goals are powered by joys of the self. In whatever you do, in innovation, productivity, progress, creativity, productivity and enrichment. ഇന്നോവേഷൻ, പ്രൊഡക്ടിവിറ്റി, പ്രോഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ പുറത്ത് നമ്മളെ ഈ ലോകത്തില് when we are existing in this world and trying to become more and more impactful to society, then our thoughts have to be creative, productive and enriching. അപ്പൊ അത് ആ ഇന്നോവേഷൻ, പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഗ്രസ്. ദിസ് ഇന്നോവേഷൻ, പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്റെ ചിന്ത. എനിക്ക് ഇന്നോവേറ്റ് ചെയ്യണം, എനിക്ക് പ്രോഗ്രസ് ഉണ്ടാക്കണം, എനിക്ക് മറ്റേ എന്നൊക്കെയുള്ള ചിന്തകള് ക്യാൻ ബി ഫോർ പവർ, പെൽഫ് ആൻഡ് പ്രസ്റ്റീജ്. എനിക്ക് കൂടുതൽ പവർഫുൾ ആവണം, അല്ലെങ്കിൽ പ്രസ്റ്റീജ് ഉണ്ടാവണം, അല്ലെങ്കിൽ മണി, കാശ് ഉണ്ടാക്കണം, സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആവാം അല്ലെ. പവർ, പെൽഫ് ആൻഡ് പ്രസ്റ്റീജ്, അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യാൻ എനിക്ക് സെൽഫിഷ് എയിംസ്. പക്ഷേ ഐ ക്യാൻ ഓൾസോ ഡു ദിസ് ഫോർ ദ ജോയ്സ് ഓഫ് ദ സെൽഫ്. ദാറ്റ് ബിക്കംസ് ദി ഹയർ ഗോൾ. ദാറ്റ് ഈസ് ദ ഗോൾ ദാറ്റ് വി നീഡ് ടു. അങ്ങനെ വരുമ്പോൾ അപ്പൊ എന്താ വെച്ചാല് നമ്മളെപ്പോഴും ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ പറയുന്നത് കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ദിവസവും നമ്മൾ ഇതൊക്കെ എണീറ്റ് പോയി നാളെ രാവിലെ ഞാൻ ഫ്രഷ് ആയിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് ആൻഡ് ഇന്റലക്ട് വിൽ ടേക്ക് കൺട്രോൾ.
senses will take control. Appo we are always in between this excellence and disaster. ഒരു സ്കെയിൽ എടുത്ത് അതിന്റെ ഇടയിലാണ് നമ്മൾ എപ്പോഴും. ഇപ്പൊ ആർ യു ഓൾവേസ് ഗോൾ ഓറിയന്റഡ്? ആർ യു ഓൾവേസ് സെൽഫിഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നോട്ട്. If you evaluate yourself, you are somewhere in between. It could be disastrous, very poor, poor, medium, good, very good, excellent എന്ന് പറയുന്ന സ്കെയിലിൽ എവിടെ വേണേ കിടക്കാം നമുക്ക്. ദാറ്റ് ഈസ് ഹൗ വി വിൽ ബി. നമ്മൾ വി ഹാവ് ടു എവാലുവേറ്റ്, തിങ്ക് ആൻഡ് ഫൈൻഡ് വേർ. അല്ലെങ്കിൽ ഓരോ ആക്ഷൻസ് എടുക്കുമ്പോഴും ഇന്ന് ഞാൻ എന്തൊക്കെയോ ചെയ്തു, ഐ ടുക്ക് സം ഡിസിഷൻസ് with whatever, a team or a team as a leader, you took some decisions. What were the things that fired you? I mean, motivated you to do that take that particular decision? Is it power, pelf and prestige, or is it joys of the self? ഇതിന് എക്സ്ട്രീം എൻഡ്സ് ആണ്. പക്ഷെ ഇതിന്റെ ഇടയിലുള്ളതായിരിക്കും നിങ്ങൾക്ക് രണ്ടും മിക്സ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് therefore hope, anticipation, positivity, and opposite end despair, anxiety and negativity. ഇതിന്റെ ഇടയിൽ ഡൗട്ട്, ടെന്റേറ്റീവ്നെസ് ആൻഡ് വാസിലേഷൻ. ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ പലപ്പോഴും ഉണ്ടാവുക. ഡൗട്ടാണ്, അതൊക്കെ പറയാം, പക്ഷെ എനിക്ക് ഇങ്ങനെ ആവശ്യമുണ്ട്. അപ്പോഴോ ആൻഡ് യു ആർ വാസിലേറ്റിംഗ് ബിറ്റ്വീൻ ദം, and you are doubting, which should I take? Should I take the pleasure path? Should I take the good path? Should I take this bribe or should I not? എന്നൊക്കെയുള്ള ചിന്തകളുടെ ഇടയിൽ കിടന്നിട്ടുള്ള ആ ഒരു ഇതിന്റെ ഇടയിലുള്ള പൊസിഷൻ അതാണ്. അങ്ങനെയാണ് നമ്മളെ ദിസ് ഇസ് ഹൗ നോർമലി തിങ്സ് ഹാപ്പൻ. അപ്പോ ഇതില് മുകളിലത്തെ ഈ ഒരു ടോപ്പ് ഓഫ് ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എനിക്ക്, അതായത് എന്റെ ഗോൾസ് അങ്ങനെ പോവുകയാണെങ്കിൽ അതിനെയാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ അബണ്ടൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അബണ്ടൻസ് മൈൻഡ് സെറ്റ്, ദാറ്റ് ഈസ് വെൻ. ആൻഡ് ദി അതർ വൺ, താഴേക്ക് പോകുന്നതിനെ ലാക്ക് മൈൻഡ് സെറ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is that? It means this, that I am abundant mindset is something where you are fired by positive thinking, generosity, self-esteem, confidence, infectious nature, and a generative attitude. Whereas lack attitude is about negative thinking, fear, self-deprecation, doubtful, shrinking from obstacles, running away from challenges, retreating to comfort zones, avoiding risk and resisting change. ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ആണ് ലാക്ക് മൈൻഡ് സെറ്റ്, അബണ്ടന്റ് മൈൻഡ്. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് ബ്രെയിനിന്റെ നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ലാക്ക് മൈൻഡ് സെറ്റ് ആൻഡ് അതിന്റെ സ്ട്രെങ്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് മൈൻഡ് സെറ്റ് ഓൾവേസ് ഡബിൾ ഫോഴ്സ്ഫുൾ ദാൻ അബണ്ടന്റ് മൈൻഡ് സെറ്റ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ദ ബ്രെയിൻ ഇവോൾവ്ഡ് ഫ്രം എ സ്റ്റേറ്റ് വേർ ഇറ്റ് വാസ് ഓൾവേസ് ലുക്കിംഗ് ഫോർ സർവൈവൽ. അല്ലെ, പണ്ട് വളരെ സർവൈവൽ ആയിരുന്നു നമ്മുടെ ബേസിക് റിക്വയർമെന്റ്. സോ വി ഹാവ് ടു ഫൈറ്റ്. സോ സർവൈവൽ ആറ്റിറ്റ്യൂഡ്സ് ഹാവ് എ വെരി ബിഗ്, എന്താ പറയാ, ഹിസ്റ്ററി ദാൻ ദി അബണ്ടൻസ് ആറ്റിറ്റ്യൂഡ്സ്. അത് പിന്നീട് വന്നതാണ്. അപ്പൊ അതിന്റെ പവർ ഇറ്റ് ഈസ് സേ ദാറ്റ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഡബിൾ ഫോഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു ചലഞ്ച് വന്നു കഴിഞ്ഞാൽ രണ്ട് ഫോഴ്സ് വരും. ഒന്നെന്താ, റൺ അവേ ഫ്രം ഇറ്റ്. രണ്ട്, നോ 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 യു ഷുഡ് നോട്ട് റൺ അവേ ഫ്രം ഇറ്റ് എന്ന് പറഞ്ഞ് നമ്മളെ യു ക്യാൻ സക്സീഡ് എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്ന ശക്തി. ഇതിന്റെ രണ്ടിന്റെ ശക്തി എടുത്തു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ അബണ്ടൻസ് ശക്തി വിൽ ബി ഹാഫ് ദ സ്ട്രെങ്ത് ഓഫ് ദി അതർ വൺ. അപ്പൊ നാച്ചുറൽ ടെൻഡൻസി എന്താണ്? വാട്ട് വിൽ ബി ദാറ്റ്? റൺ അവേ ഫ്രം ഇറ്റ്. അതുകൊണ്ടാണ് about 85 to 90% of the people run away from big challenges. Okay, because of our lack mentality, attitude, mindset that is overpowering the brain because of the nature of the brain. അതുകൊണ്ട് അപ്പൊ വാട്ട് ഈസ് റിക്വയർഡ് ഈസ്, അപ്പൊ ചാലഞ്ച്, ലേണിംഗ്, ഡിഫിക്കൽട്ടി എന്നൊക്കെ പറയുന്നത്. ചാലഞ്ച്, പഠിക്കണം, പുതിയതായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ചാലഞ്ചാണ് എന്തെങ്കിലും, ഇത് എനിക്ക് അറിയില്ല, എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാലേ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടാണ്, അല്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ആ ചാലഞ്ച്, ലേണിംഗ്, റിക്വയർമെന്റ്, ഡിഫിക്കൽട്ടി, റിക്വയർമെന്റ്, ഇത് വരുമ്പോൾ വാട്ട് ഈസ് ഹാപ്പൻ? ദ നാച്ചുറൽ ടെൻഡൻസി ഈസ് ഫോർ, ബിക്കോസ് ഓഫ് ദിസ് പവർ, ഈസ് ടു ഡിഫോൾട്ട് സെലക്ഷൻ. ഡിഫോൾട്ട് സെലക്ഷനിലേക്കാണ് പോവുക നമ്മുടെ മൈൻഡ്. നോർമൽ ആൾക്കാരുടെ മൈൻഡുകൾ ഡിഫോൾട്ട് സെലക്ഷനിലേക്ക് പോകുന്നു. സേഫ്റ്റി, സർവൈവൽ. സേഫ്റ്റി ആൻഡ് സർവൈവൽ ആണ് നമ്മുടെ മുഖ്യം. കാരണം അതാണ് പ്രിമിറ്റീവ് മൈൻഡ്. അതാണ്, ദാറ്റ് ഈസ് എ പ്രിമിറ്റീവ് മൈൻഡ്. മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. Run away, run away, take guard, protect yourself, so you will not take risks. But what we need do, not what we need avoid. എന്ന് പറയുന്ന ചിന്തകൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്?
എന്താണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിച്ച് ഈസ് വാട്ട് ഈസ് റിക്വയർഡ് ഫോർ പ്രോഗ്രസ്, എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് പ്രോഗ്രസ്, അത് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അപ്പൊ ആ ഒരു സെലക്ഷൻ നടത്താനായിട്ട് നമ്മുടെ ബ്രെയിനിന് സാധിക്കണം. അത് ദാറ്റ് ഈസ് ബേസിക്കലി കോൾഡ് ആസ് ദ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്ന ബ്രെയിനിന്റെ ഒരു കേപ്പബിലിറ്റിയാണ് സെലക്റ്റീവ് അറ്റൻഷൻ. ഈ സെലക്റ്റീവ് അറ്റൻഷൻ ഇതാണ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള സമയത്ത് നമ്മളുടെ അറ്റൻഷൻ എന്താ പറ്റുക, നമുക്ക് സർവൈവലിലേക്കാണ് പോണത്, അതെയോ എന്താണ് ചെയ്യരുതായിരുത്തത്, നമുക്ക് എങ്ങനെ വേണം എന്നുള്ള ചിന്തയിലേക്കാണോ എൻ്റെ മനസ്സ് പോകുന്നത് എന്നുള്ളതാണ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ ഫോക്കസ്. അപ്പൊ ഇതാണ് ദിസ് ഈസ് ദാറ്റ് ഇംപെരിഷബിൾ നേച്ചറിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ട സെലക്റ്റീവ് അറ്റൻഷൻ ആണത്. അപ്പോ അത് ചെയ്യേണ്ട പാർട്ട് ഏതാണെന്ന് വെച്ചാൽ തലാമസ് ആണ്. ബ്രെയിൻ നമ്മുടെ ഉള്ളിൽ ഹിപ്പോകാമ്പസ്, തലാമസ് എന്നൊക്കെ പറയും, ലിംബിക് സിസ്റ്റത്തിന്റെ പാർട്ടാണത്. പാർട്ട് ഓഫ് ദ ലിംബിക് സിസ്റ്റം ഡസ് ദ സെലക്ട്. ഈ ലിംബിക് സിസ്റ്റം ഇമോഷണൽ പാർട്ട് ഓഫ് ദ ബ്രെയിനില്ലേ, അതാണ് ഈ ഡിസിഷൻ എടുക്കുന്നത് ഏതാ വേണ്ടത് എന്നുള്ളത്. നമ്മുടെ മനസ്സിന്റെ നമ്മുടെ റാഷണൽ പുറത്തുള്ള കോർട്ടിക്കൽ ലെയേഴ്സ് അല്ല. അപ്പോ then what happens is അവിടെ അതിന് ഈ പറയുന്ന അറ്റൻഷൻ, സെലക്റ്റീവ് അറ്റൻഷന്റെ കൂട്ടത്തില് ഒരു വാല്യൂ ടാഗിങ്, ലോജിക്കൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ സാധനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനൊരു വാല്യൂ ഇട്ട് കൊടുക്കും. ഇതിന് ഏതാ വാല്യൂ, അപ്പൊ ഈ ബ്രൈബ് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഐ ക്യാൻ ഗെറ്റ് ദാറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീട് വേഗം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഐ ആം പുട്ടിങ് വാല്യൂസ് ടു ദാറ്റ്, ഇമോഷണൽ വാല്യൂസ് ടു ദാറ്റ് ആൻഡ് ലോജിക്കൽ വാല്യൂസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ അട്രാക്ഷൻ ആൻഡ് അവേർഷൻ ഒക്കെ അതിൽ നിന്നാണ്, ഇതിലാണ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഉണ്ടാക്കുന്നത്. ഈ അവേർഷൻ നമ്മളെ 4ാമത്തെ അധ്യായത്തിലും 5ാമത്തെ അധ്യായത്തിലും പറഞ്ഞിരുന്നു. അവേർഷൻ ആൻഡ് അട്രാക്ഷൻ എന്ന് പറയുന്ന വികാരങ്ങളെ ഈ വാല്യൂ ടാഗിങ് ആണ് ഉണ്ടാക്കി തരുന്നത്. നമ്മുടെ മനസ്സിന്റെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ ആണ് വാല്യൂ ടാഗിങ് കാരണമാണ് ഉണ്ടാകുന്നത്, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. അപ്പൊ വാട്ട് ഈസ് ദ പ്രയോറിറ്റി? ഈസ് ഇറ്റ് ഫോർ അവോയ്ഡിങ് ഷെയിം ഓർ ക്രിറ്റിസിസം ഓർ ഗെയിൻ, സക്സസ് ആൻഡ് ഫുൾഫിൽമെന്റ് എന്നൊക്കെയുള്ള പല വാല്യൂസിന്റെ ഇടയിൽ കിടന്ന് കളിക്കണം. നമ്മൾ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഉണ്ടാക്കിയെടുത്തിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഡിസിഷൻസ് എടുക്കുന്നത്. ത്രൂ സെലക്റ്റീവ് അറ്റൻഷൻ ആൻഡ് വാല്യൂ ടാഗിങ് വി ആർ ടേക്കിംഗ് ഓൾ ദ ഡിസിഷൻസ് ഇൻ ദിസ് വേൾഡ്. എന്ത് ചെയ്യുമ്പോഴും അപ്പൊ അവിടെയാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. ദാറ്റ് ലിംബിക് സിസ്റ്റം, emotions should be geared towards the self, so that the goals become connected to universal priorities. ബ്രഹ്മത്വത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു പാഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. So that ആ പാഷൻ എന്താണ്? What is that passion? That passion is through it has to be practiced through karma yoga. ഇത് റെഗുലർ പ്രാക്ടീസ് വേണം. ജോയ്സ് ഓഫ് ദ സെൽഫില് വേണം എനിക്ക് പ്രവർത്തിക്കുക എന്നുള്ളത്. കർമ്മയോഗ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റെഗുലർ പ്രാക്ടീസ് ആസ് വെൽ ആസ് നെക്സ്റ്റ് സ്റ്റെപ്പ്. റെഗുലർ പ്രാക്ടീസ് മാത്രമല്ല, വി ഷുഡ് ഹാവ് എ മാഗ്നറ്റിക് ഡിസയർ ഫോർ ദ ജോയ്സ് ഓഫ് ദ സെൽഫ്. അതാണ് ആ മാഗ്നറ്റിക് ഡിസയർ നമ്മുടെ മനസ്സിനുള്ളിലാണ്. പാഷൻ ഓഫ് എന്താണ്? ഭക്തി. ദാറ്റ് ഈസ് ഭക്തി. അപ്പൊ കർമ്മം, ഭക്തി. ത്രൂ കർമ്മ you make these universal connections and practice it persistently and consistently. But through bhakti, have that unrelenting passion for the joys of the self. Self-inodula bhakti ഉണ്ടാവുക വേണ്ടി വേണം. സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഈഗോ സെൽഫ് അല്ല കേട്ടോ. ആ സെൽഫിഷ്നെസ്, അത് സെൽഫിഷ്നെസ് ആയി മാറും. വി ആർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ആത്മതത്വത്തിലുള്ള ഭക്തി, മാഗ്നറ്റിക് ഡിസയർ. അതുണ്ടാവണം നമുക്ക്, അത് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. ഇതിപ്പോ നമ്മൾ വേറെയുള്ള കാര്യങ്ങളിൽ എടുത്തു കഴിഞ്ഞാലും, ഇതിപ്പോ കംപ്ലീറ്റ്ലി മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എടുത്താലും നമുക്ക് ഓരോ ഒബ്ജക്റ്റീവ് വേണമെന്നായിരിക്കാം. ഇഫ് യു വാണ്ട് ടു അച്ചീവ് ആൻ ഒബ്ജക്റ്റീവ് ആൻഡ് ദെൻ ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിചാരത്തിൽ ഞാൻ ഇരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒറ്റ വഴി എന്താ? ഡു ഇറ്റ്. പ്രോക്രാസ്റ്റിനേഷൻ ആൻഡ് ഡു ഇറ്റ് ആൻഡ് ഓൾസോ തിങ്ക് അബൌട്ട് ഇറ്റ് കോൺസ്റ്റന്റ്ലി, സോ ദാറ്റ് സ്ലോലി യുവർ ഹേറ്റ്രഡ്, അവേർഷൻ വിൽ ബിക്കം അട്രാക്ഷൻ. അതാണ് ഭക്തി ഉണ്ടാക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ ദാറ്റ് പ്രോസസ് ഇസ് ബേസിക്കലി. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഗീത പഠിപ്പിക്കുന്നത് നമ്മുടെ ആത്മാവിൽ നമുക്ക് ഭക്തി ഉണ്ടാവുകയും ആ ആത്മതത്വത്തിൽ അധിഷ്ഠിതമായിട്ട് എൻ്റെ ചിന്തകളെയും, അതായത് മൈ തോട്ട്സ് ആൻഡ് ആർട്ടിക്കുലേഷൻ ആൻഡ് എക്സ്പ്രഷൻ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഓംകാരം എന്ന് വെച്ചാൽ ഇപ്പൊ ദിവസം രാവിലെ 1 മണിക്കൂർ ഓംകാരം ചൊല്ലിക്കഴിഞ്ഞാൽ നടക്കുന്നില്ല കേട്ടോ. അതാണ് ഗീത പറയുന്നത്. ദിസ് ഈസ് ഓൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സംഗതികളാണ്. മറ്റതൊക്കെ സിംപിളൈസേഷൻ ആണ്. സോ കീപ് ഡൂയിങ് ദാറ്റ് ത്രൂ കർമ്മയോഗ.
then you will become resilient, compassionate, and an integrated personality. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരത്വത്തിലേക്ക് എത്തുകയാണ്. സസ്റ്റൈനബിലിറ്റി, എക്സ്പാൻഷൻ ആൻഡ് എൻറിച്ച്മെന്റ് എന്ന് റേഡിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഞാൻ മാറും. സോ ഇതിപ്പോ ആക്ച്വലി this is the concept that Bhagavad Gita is teaching us, and I am integrating that with some knowledge of modern neuroscience. ഈ ന്യൂറോസയൻസിൽ പറയുന്ന കുറെ സംഗതികൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദിസ് മാഗ്നറ്റിക് ഡിസയർ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ വാട്ട് ഈസ് റിക്വയർഡ് ഈസ് ഹാർമണി ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട്. അതായത് എനിക്കൊരു സാധനം വേണമെങ്കിൽ എനിക്ക് അതിനോട് അത്യായിട്ടുള്ള ഒരു ഡിസയർ ഉണ്ടാക്കണം, ഞാൻ മാഗ്നറ്റിക് ഡിസയർ. അപ്പൊ ഇങ്ങനെ എന്റെ ശരീരം, മൈൻഡ്, ഇന്റലക്ട്, ബോഡി ഒക്കെ geared towards achieving that goal ആക്കി മാറ്റണം through mindfulness, and you have to be constantly mindful of those things. ആ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരുമ്പോഴാണ് ഇൻട്രോസെപ്ഷൻ ആൻഡ് ഇൻറ്റുവിഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ തോട്ട് വഴി ഉണ്ടാക്കുന്ന ഐഡിയാസ്. ഇന്ററോസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസസ് വഴി ഗ്യാദർ ചെയ്യുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ. സെൻസസ് വഴി ഗ്യാദർ ചെയ്യുന്നതായിട്ടുള്ള ഇൻഫർമേഷനും എൻ്റെ മനസ്സ് ചിന്തകളിലൂടെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഇൻഫർമേഷനും എല്ലാം മൈൻഡ്, ഇന്റലക്ട് ഒക്കെ ഹാർമോണിയസ് ആക്കി കൊണ്ടുവരാനും ത്രൂ കോൺസ്റ്റന്റ് മൈൻഡ്ഫുൾനെസ് and attracted to the goal. അപ്പോഴാണ് ജോയ്സ് ഓഫ് ദ സെൽഫിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. ഇതൊക്കെ അതാണ് ഗീത പഠിപ്പിക്കുന്നത്. നോട്ട് ഫോർ സെൽഫിഷ് മെറ്റീരിയൽ സംഗതികൾക്ക് വേണ്ടിയിട്ടല്ല. ത്രൂ ദിസ് then we will be able to reach that imperishable state. അപ്പൊ that is basically what ഇപ്പൊ ഈ പറയുന്ന മോഡേൺ നോളജും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത കുറച്ച് ശ്ലോകങ്ങളിൽ സമ്മറൈസ് ചെയ്ത് അവസാനിപ്പിക്കുന്നത്. അക്ഷരബ്രഹ്മയോഗ എന്താണ് അത്? We can read through that and immediately we will get the import of that thing. That is unswerving devotion to the inner self, the magnetic desire that pervades not only one's being but everything in this universe. കാരണം അത് ആ സെൽഫ് എന്ന് പറയുന്നത് എവ്രിവെയർ ഉള്ള സംഗതിയാണ്. So when we are magnetically attracted towards the joys of the inner self, that means we are completely attracted to the universe. Is the path of perfection in existence. The times when hope and despair prevail respectively will now. എപ്പോഴാണ് നമുക്ക് ഈ ഹോപ്പ്, എപ്പോഴാണ് ഡെസ്പയർ, എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്, എപ്പോഴൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് രണ്ട് ശ്ലോകത്തിൽ പറയുന്നത്. അതായത് when thinking is focused on the joys of the self in applying the strength of skills, knowledge and righteousness which constitute the path of upward progress. അതായത് knowledge and skills, righteousness, ബോഡി, മൈൻഡ്, ഇന്റലക്ട് ഒക്കെ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറയുന്നത്. സ്ട്രെങ്ത് ഓഫ് സ്കിൽസ്, നോളജ് ആൻഡ് റൈറ്റിയസ്നെസ് കമ്പൈൻ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവർ നോളജ്, ഡൊമൈൻ നോളജ് ആൻഡ് സ്കിൽ സെറ്റ്സ് combined with the domain knowledge and the skills, combined when it is combined with righteousness. അത് whatever ഇപ്പൊ ഓഫീസുകളിലും നമ്മുടെ പ്രവർത്തന മേഖലത്തിലും ഒക്കെ that righteousness എന്ന് പറയുന്ന എലമെന്റും കൂടെ അതിൽ കൊണ്ടുവരണം. which constitute the path of upward progress. അതായത് അൺസെൽഫിഷ് ആയിട്ടുള്ള ഗോൾസ് കൊണ്ടുവരുമ്പോഴാണ് യുവർ സ്കിൽസ് ആൻഡ് നോളജ് ഈസ് വൺ തിങ്, പലർക്കും ഉണ്ടാവും. പക്ഷെ സെൽഫിഷ്നെസ് കാരണം ഡ്രാഗ് ചെയ്യും. അതില്ലാണ്ട് അൺസെൽഫിഷ് ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ സ്ട്രാറ്റജീസിലൊക്കെ നമ്മൾ യജ്ഞത്യാഗ സമർപ്പണ പ്രസാദ ഭാവാസ് വെൻ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ടേക്കിംഗ് ഇനീഷ്യേറ്റീവ്സ്, മാനേജിങ് യുവർ ഓൺ സെൽഫ്, നെറ്റ്വർക്കിംഗ് വിത്ത് ദ പീപ്പിൾ ആൻഡ് ബിൽഡിംഗ് പെർസ്പെക്റ്റീവ്സ് ഓഫ് the solutions that are required to be created or made, and communication strategies, leadership skills, followership skills എന്നൊക്കെ പറയുന്ന സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ 3rd 4th ചാപ്റ്ററിൽ കണ്ടിരുന്നു. അപ്പൊ ഈ യജ്ഞത്യാഗഭാവ സമർപ്പണം അതിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അതൊക്കെയാണ് റൈറ്റിയസ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്. യജ്ഞത്യാഗ സമർപ്പണ ഭാവാസ് ടു ദ സ്കിൽസ് ആൻഡ് നോളജ് സെറ്റ്സ്, സ്ട്രാറ്റജീസ് എക്സെട്ര കൊണ്ടത് കമ്പൈൻ ചെയ്യുമ്പോൾ that will constitute the path of progress, analogously referred to as ഇവിടെ ഇതിലെ ഈ ശ്ലോകങ്ങളിലെ നോർത്തേൺ സോൾസ്റ്റിസ്, അതായത് സൂര്യൻ മുകളിലേക്ക് പ്രയാണം തുടങ്ങുന്ന സമയത്തിനെ ആയിട്ടാണ് അത് അനലോഗസ് ആക്കി വെച്ചിരിക്കുന്നത്. സൂര്യൻ നമ്മളുടെ തന്നെ കോൺഷ്യസ്നെസ്സിനെ സൂര്യനായിട്ട് എടുത്തിട്ട് ആ സൂര്യൻ കോൺഷ്യസ്നെസ് ഇങ്ങനെ ഹയർ ലെവലിലേക്ക് പോകുന്ന ഒരു ഫേസ്. സോ ദാറ്റ് ഈസ് ദ നോർത്തേൺ സോൾസ്റ്റിസ്. ഇൻഫാക്ട് ഇപ്പൊ നൗ ഇൻ ദി അനാലഗസ് ഇപ്പൊ എർത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൺ ഈസ് ആക്ച്വലി മൂവിങ് ലൈക്ക് ദാറ്റ് നൗ ടുവേർഡ്സ് ദ നോർത്ത് പോൾ. ഇപ്പൊ അതിങ്ങനെ വന്ന് സ്ലോലി ഇറ്റ് ഈസ് നൗ ഗോയിങ് ടു കം. ഇപ്പൊ നൗ ഇറ്റ് ഹസ് ഗോൺ ടു ദ സൗത്ത് പോൾ എൻഡിൽ പോയി ഡിസംബറിലൊക്കെ, and now it is coming up, and by March it will come to equator, and then it goes the next 3 months upward. This is appa kazhinja December 22 മുതൽ ഉത്തരായണം തുടങ്ങി.
Okay, it is going up 6 months. And then Dakshinayana തുടങ്ങും. അവിടെ നിന്ന് താഴേക്ക് വരുന്നത് സ്റ്റേറ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. So while on the reflected BMI focused thinking, applying physical strengths and unrighteousness, which constitute the path of downward spiral, the power of self expresses through hope and despair. മറ്റേ ആദ്യത്തെ കേസിൽ power of self will express the infinitude മുകളിലേക്ക് പോകുമ്പോൾ. അപ്പൊ ഇതില് അനാലോഗസ്ലി പറയുന്നത് എന്താണ്? ഉത്തരായണത്തിന്റെ സമയത്ത് മരിച്ചാൽ ഗതി കിട്ടും, ദക്ഷിണായനത്തിന്റെ സമയത്ത് മരിച്ചാൽ ഗതി കിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ പറയാം. അപ്പൊ അതിനെ നമ്മൾ അങ്ങനെ മാത്രം എടുത്തിട്ട് കാര്യമില്ല. We are talking about something completely different. അതായത് when fire light daytime, the bright fortnight എന്നാണ് പറഞ്ഞിരിക്കുന്നത്. What is fire? Fire is the skill sets, the power of skills, physical skills. അതാണ് fire analogy. Light is of knowledge, the light of knowledge. And daytime, what is daytime? Righteousness, the application of knowledge and righteously. That is daytime. So during the time of fire, light, and daytime, which is the bright fortnight, when the self gets out, what happens? Think now. When the power of the self from within me is expressing in the time of fire, light, and daytime, which is considered as the bright fortnight, in the Barnina and Arthur, which is I am expressing the power of skills, knowledge, and righteousness all combined together. അത് സെൽഫ് നമ്മൾ നേരത്തെ ഇന്നത്തെ സ്ലൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സെൽഫിന്റെ പവർ പുറത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും കൊണ്ടുവരിക? ഇറ്റ് വിൽ ബ്രിങ് എന്താ കൊണ്ടുവരിക? നോളജ്, സസ്റ്റനൻസ്, ജോയ്സ് ഓഫ് ദ സെൽഫിന്റെ ഇഫക്റ്റുകളാണ് കൊണ്ടുവരാൻ പോകുന്നത്. അതായത് ഓഫ് സസ്റ്റൈനബിലിറ്റി, ഇൻക്ലൂസിവിറ്റി, എക്സ്പാൻഷൻ, എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന എന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ ശക്തികളെയാണ് പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത് in that bright fortnight. But in the other fortnight, which is lunar light by smoke, night time, the dark fortnight. Lunar by smoke എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അനാലിസിസുകൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. So basically it is all about fire, the productive capabilities, light of power of thinking, and sun, the consciousness powered by intellect, values-based creative productivity. The bright fortnight. And time of smoke and darkness. Smoke of doubt, hesitation. നമ്മളെ that എന്താ പറയുക, ലാക്ക് മൈൻഡ് ഇവിടെ ലാക്ക് മൈൻഡ് സെറ്റ് ആണ്. ആൻഡ് ഡാർക്ക്നെസ്, ഇഗ്നറൻസ് ആൻഡ് ലെഥാർജി, ഈവിൾനെസ്. മൂൺ റിഫ്ലക്റ്റഡ് കോൺഷ്യസ്നെസ് ആണ്. മൂൺ എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് കോൺഷ്യസ്നെസ്, സൂര്യന്റെ റിഫ്ലക്റ്റഡ് പ്രകാശമാണ് മൂൺ. അതുകൊണ്ടാണത്. അതാണ് അനാലജി. ഇമോഷണൽ മൈൻഡ് ആൻഡ് സെൽഫിഷ്നെസ് ബേസ്ഡ് ക്രിയേറ്റീവ് പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഈ നമ്മള് ഇഫ് വി ആർ ഇൻ ദി അബണ്ടന്റ് മൈൻഡ് സെറ്റ്, എന്റെ മനസ്സിൽ ഇഫ് വി ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് അബണ്ടന്റ് മൈൻഡ് സെറ്റ്സ്, the abundant mindset, predominance of abundant mindset in my brain, in my mind, then I am going to bring out this, which is combined by righteousness and joys of the self and all. It is going to take you to imperishability, expansion, enrichment, all those things. But if you are constantly being dragged by your lack mindset, then the self will express that only. നമ്മുടെ ഈശ്വരൻ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്, ഇഫ് നമ്മുടെ മനസ്സും ബുദ്ധിയും ലാക്ക് മൈൻഡ് സെറ്റിൽ കിടക്കുകയാണെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെ നല്ല കാര്യങ്ങൾ കൊണ്ടുവരും? പുറത്തേക്ക് ഒരിക്കലും കൊണ്ടുവരില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് അബണ്ടന്റ് മൈൻഡ് സെറ്റ്, ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ടു എക്സ്പാൻഡ് ആൻഡ് വിത്ത് കമ്പൈൻഡ് വിത്ത് ദ ജോയ്സ് ഓഫ് ദ സെൽഫ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ഗോ ഷൂട്ട് ത്രൂ ദ റൂഫ്. ദാറ്റ് ഈസ് ലിമിറ്റ്. അതായത് കംഫർട്ട് സോണിൽ നിന്നൊക്കെ ബ്രേക്ക് ചെയ്ത് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്തത് ആദ്യം. ദാറ്റ് ഇൻ ദ മോഡേൺ പാർലൻസ് ഓഫ് ബ്രെയിൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓൾസോ ദീസ് തിങ്സ് ആർ നൗ ബീങ് അണ്ടർസ്റ്റുഡ് പ്രോപ്പർലി, ആൻഡ് എക്സാക്ട്ലി ദ സെയിം തിങ്സ് ആർ ബീങ് ടോക്ഡ് അബൌട്ട് ഇൻ എ philosophical psychology of Bhagavad Gita 5,000 or 3,500 or whatever years back, thousands of years back. That, അപ്പൊ അതിന്റെ അനാലജീസ് ഉപയോഗിച്ചിട്ടുണ്ട്, ദക്ഷിണായനവും ഉത്തരായണവും ഒക്കെ. അപ്പൊ ദക്ഷിണായനത്തിൽ എന്റെ ശരീരത്തിൽ നിന്ന് സെൽഫ് പുറത്തേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലാക്ക് മൈൻഡ് സെറ്റിൽ നിന്ന് ആയിട്ടിരിക്കുന്ന ഞാൻ അവസ്ഥയിൽ എനിക്ക് ഒരിക്കലും ദൈവീകത്വം പ്രകാശിപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ അബണ്ടന്റ് മൈൻഡ് സെറ്റില് ആൻഡ് പവേർഡ് ബൈ ദ ജോയ്സ് ഓഫ് ദ സെൽഫിൽ ഞാൻ ഇരിക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഉത്തരായണത്തിൽ ഇരിക്കുകയാണെങ്കിൽ, എന്റെ ഉള്ളിൽ നിന്ന് സെൽഫ് പുറത്തേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ഗോ എസ്കേപ്പ് ഫ്രം ഹോപ്പ് ആൻഡ് ഡെസ്പെയർ എന്ന് പറയുന്ന ചെയിനിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് ചാടും.
അതായത് മോക്ഷം കിട്ടും, അൺലിമിറ്റഡ്നെസ്സിലേക്ക് എനിക്ക് ഉയരാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ബെറ്റർ. അതാണ് ആ അനാലജി കൊണ്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ we can achieve what we can achieve through mere knowledge. Veda, right attitudes to cooperative work, yajna, conservation of energy and efforts, tapas, and sense of sharing, charity. എന്ന് പറയുന്ന ആ സംഗതികൾ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുമോ അതിനേക്കാളും much more than that you can realize through understanding the imperishable nature of the self within. അതായത് ഈ കാര്യങ്ങളൊക്കെ ആത്മാവിന് സംതൃപ്തി നൽകുന്ന വിധത്തിൽ നോളജ് ആപ്ലിക്കേഷൻ, ആത്മാവിന് സംതൃപ്തി നൽകുന്ന വിധത്തിൽ യജ്ഞ ആപ്ലിക്കേഷൻസ്, ആൻഡ് ആത്മാവിന് സംതൃപ്തി നൽകുന്ന വിധത്തിൽ തപസ് അനുഷ്ഠിച്ചും, ആത്മാവിന് സംതൃപ്തി നൽകുന്ന വിധത്തിൽ ദാനധർമ്മങ്ങൾ അനുഷ്ഠിച്ചും, ചാരിറ്റി ദാന എന്നാണ് അവിടെ എഴുതേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോ നമ്മള് ജോയ്സ് ഓഫ് ദ സെൽഫിൽ അധിഷ്ഠിതമായിട്ടുള്ള നോളജ്, വേദ അഭ്യാസം, നല്ല കർമ്മയോഗ ആറ്റിറ്റ്യൂഡോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ, യജ്ഞ ഭാവം, ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് തപസ്സിന്റെ അനുഷ്ഠിക്കല്, സെൻസ് ഓഫ് ഷെയറിംഗ്, ചാരിറ്റി ദാനം ചെയ്യല്, can be perfected by someone who realizes the imperishable nature of the self within. അങ്ങനെ നമ്മൾ ഇംപെറിഷബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ this is what the 8th chapter talks about. But if you look at it in summary, it is like, initially we were talking about the terms-നെ പറ്റിയിട്ട് ഉള്ള കാര്യങ്ങളാണ് അവിടെ സംസാരിച്ചത്. ബ്രഹ്മൻ, അധ്യാത്മം, അക്ഷരം എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ആദിദൈവം, ആദിഭൂതം, ചരം ആയിട്ടുള്ളത് universal self, and of Adi Yajnam, which is also Adibhudam and made of material things, and it is Sharam. About universal self and universal self, they are rooted in Adibhudam and Charam. Therefore, it is ultimately perishable. But then Brahmatinda Karman Gondana Adibhudam died, Adidevon died, the universal died, the universal through action, what some action took place, the Big Bang or whatever, and the universe got formed karma. But no ego was there. It is just pure action. And then the universe, through again karma, through the various forces of nature and the biological, physical, and chemical rules and regulations, it is producing the individual life systems, etc., without any ego. And the man, through his actions, produce a world of his own. Virat, Vishwakaram, Vaishwanaren, actions ഉണ്ടാക്കുന്നു. പക്ഷെ ആ ആക്ഷൻസിൽ മാത്രം ഒരു പ്രശ്നമുണ്ട്. Because we include ego also into it, selfishness into it. മറ്റുള്ളവർക്ക് മറ്റേ ബ്രഹ്മത്തിനും ബ്രഹ്മം ഈശ്വരം എന്നുള്ള ഇതിൽ കോൺസെപ്റ്റിൽ ഇല്ലാത്ത ഒരു സംഗതി നമ്മൾ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മനസ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സെൽഫിഷ്നെസ്, ഓണർഷിപ്പ് എടുക്കൽ. ആൻഡ് ദിസ് ഈസ് വാട്ട്. അപ്പൊ ഇതാണ് അങ്ങനെ പറഞ്ഞത്. ആൻഡ് it defined therefore this action which without any selfishness is karma yoga. Actions that is sacrifices elevating by rejecting the lower is Bhuta Bhavo Tubhavera Visarga എന്ന് പറഞ്ഞ് കർമ്മത്തിനെ ഡിഫൈൻ ചെയ്തു. ആൻഡ് ഇനി ഈ ആദിഭൂതം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ വേൾഡിൽ നമ്മളുടെ മനസ്സ് ഈസ് കൺട്രോൾഡ് ബൈ ത്രീ തിങ്സ്. വാട്ട് ഈസ് സത്വ, രജസ് ആൻഡ് തമോ ഗുണാസ്. സത്വ, രജസ്, തമോ ഗുണാസ് therefore will actually influence the knowledge, sacrifices, austerities and charities that you make. നമ്മൾ ചെയ്യുന്നതിലൊക്കെ അത് ഇൻഫ്ലുവൻസ് വരും. അപ്പൊ അത് it should not be, when it is influenced by rajas, tamasic rajas and tamas, etc., what is happening is it is a southward dakshinayana, southward travel, which is your creative productivity and destruction, etc., are for negative purposes. When it is run by sattvic rajas and sattvic tamas, then it is upward. Appadana yajnamayi marunnu, karma yogamayi marunnu. That is, creativity, productivity, and destructions are in the brightness of light. Northern solstice equation. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. And then what happens, we talked about, if this northern and this sattvic activities, when they are rooted in, expressing, articulating, and, and knowledge being based in wisdom, then it is all Uttarayana qualities, the values-based creative productivity, which is sustainable, expanding, and enriching. Otherwise, it is all about this downward spiral of
Dakshinayana. So this is basically what first we were talking about this. The first 8.1 to 8.4 is the terminologies that were defined, of that, how that infinitude became the selfish, limited personality, and how, and what are the സ്വഭാവങ്ങൾ, നമ്മുടെ ഭാവങ്ങൾ എന്തൊക്കെയാണെന്നാണ് 8 ആദ്യത്തെ 3-4 ശ്ലോകങ്ങളിൽ പറഞ്ഞത്. And then next 6 slokas talked about how self realizes if by focusing on the self, you can realize your potential. How through all this process, so that if you have to go through this process of Sattva Tamo ഗുണങ്ങളുടെ കൺട്രോളിൽ നമുക്ക് എപ്പോഴും ജോയ്സ് ഓഫ് ദ സെൽഫിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മയോഗം. And then it talked about the imperishable state of the self is reached by knowledge, articulation, and expression focused on the joys of the self. And that will manifest the unmanifested eternal Brahman. തത്വത്തിലേക്ക് നമ്മളെ ഉയർത്തുവാനായിട്ടുള്ള വഴി അതാണെന്ന് പറഞ്ഞു. And so therefore it is described as the path of light and path of darkness ആയിട്ട് നമ്മൾ അതിനെ അവസാനിപ്പിച്ചു. That is how the chapter ends. And the cell, അപ്പൊ എന്താണ് ഇതിൽ ഒറ്റ 8th chapter one liner is what it is: the self that enlivens you is imperishable. The self that enlivens you is universal. അതെന്തായിരുന്നു 7th chapter. The self that enlivens you is imperishable. അതെന്താണ്? That is the 8th chapter. Self is the life force in us, powers all disciplines within us, power of thought, intelligence, compassion, brilliance, strength of character, and righteousness. ഇതൊക്കെയാണ് ഈശ്വരത്വം, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരത്വം. അപ്പൊ ഇവരെയൊക്കെ എൻലൈറ്റൻഡ് ആക്കണം നമ്മൾ, എൻലിവൻ ചെയ്യണം നമ്മുടെ ഉള്ളിൽ. അപ്പോഴാണ് സെൽഫ് പുറത്തേക്ക് വരുമ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് പുറത്തേക്ക് കൊണ്ടുവരും. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അക്ഷയോ ബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായ. That we end the 8th chapter, and we will next this expansion to imperishability. With this expansion to imperishability, 8th chapter ends, taking us to imperishability, and the next chapter would be identifying with the infinite. From the universal to the imperishable, now to the infinite. Infinite ആണ് രാജ വിദ്യ, രാജ ഗുഹ്യ യോഗം എന്ന് പറയുന്ന identifying with the infinite. That is the greatest royal secret. അതുകൊണ്ടാണ് രാജവിദ്യ, greatest knowledge, royal knowledge, രാജവിദ്യ, രാജഗുഹ്യം, and the greatest secret. എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, പക്ഷെ ആർക്കും അറിയില്ല എന്നുള്ളൊരു തോന്നൽ തരുന്ന സാധനത്തിനാണ് സീക്രട്ട് എന്ന് പറയുന്നത്, അല്ലെ? അത് മായയുടെ കളിയാണെന്ന് പറഞ്ഞു. സോ രാജവിദ്യ, രാജഗുഹ്യ യോഗം, that is talking about that infinite when we talk about